നമസ്കാരം. റോഡ് കയ്യേറിയുള്ള സ്റ്റേജ് കെട്ടി സമ്മേളനത്തിൽ CPM കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. അപ്പോഴും വി ജോയിയുടെ വാക്കുകൾ ശ്രദ്ധിക്കണം. ഒരൽപ്പം പിശക് എന്നാണ് പറഞ്ഞത്. കോടതി ലക്ഷ്യത്തിലേക്ക് എത്തുന്ന വിഷയത്തിലാണ് ഒരൽപ്പം പിശക് പരാമർശം. അപ്പോൾ തെറ്റെത്രമാത്രം ഉൾക്കൊണ്ടാണ് പാർട്ടിയുടെ തിരുത്ത് എന്നത് സംശയാസ്പദം. പോലീസ് പാർട്ടിയുടെ കയ്യിലായിരിക്കെ കോടതിയെ പേടിക്കേണ്ടതില്ല എന്ന ഹുങ്ക് ആ വാക്കുകളിലുണ്ട്. സാധാരണഗതിയിൽ CPM-നെ തിരുത്താറുള്ള CPI-യും ഇക്കാര്യത്തിൽ വ്യത്യസ്തരല്ല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്റ്റേജ് കെട്ടി വല്യേട്ടനെ വെല്ലുന്ന 36 മണിക്കൂർ സമരവുമായി CPI-യും കോടതിയെ വെല്ലുവിളിക്കുന്നു. എവിടേക്കാണ് ഇടതുഭരണത്തിൽ നിയമവാഴ്ച പോകുന്നത്? കോടതിയിൽ നിന്ന് മാത്രമല്ല തിരിച്ചടി കിട്ടുന്നത്. ജനകീയ കോടതിയുടെ വിധിയും ഇടതുമുന്നണിക്ക് എതിരായിരിക്കുന്നു. ഇന്ന് വന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം വിരൽ ചൂണ്ടുന്നതും അതിലേക്കാണ്. ഒരൽപ്പം പിശകിന് വരും നാളുകളിൽ ഇടതുമുന്നണിക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമോ? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. വിധികളെല്ലാം എതിരോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, മാധ്യമപ്രവർത്തകൻ NP ചെക്കുട്ടി, ഇടത് സഹയാത്രികൻ ജയരാജ്, നിയമവിദഗ്ധൻ പ്രശാന്ത് പത്മനാഭൻ എന്നിവരാണ് സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. ആദ്യം ഡോക്ടർ ജിൻഡോ ജോൺ, ഈ വി ജോയിയുടെ ഒരൽപ്പം പിശക് എന്ന ഏറ്റുപറച്ചിലിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ശ്രീ വേണു, ഇതിൽ ജില്ലാ സെക്രട്ടറി വി ജോയിയുടെ പ്രസ്താവന വരുന്നത് ഇപ്പോഴാണ്. ഈ വഞ്ചിയൂർ റോഡ് കെട്ടിയടച്ചുകൊണ്ട് CPM-ൻ്റെ ഏരിയ സമ്മേളനം നടക്കുന്ന ദിവസം അതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്കുണ്ടായ പ്രയാസങ്ങൾ, മാർഗതടസ്സം മൂലമുണ്ടായ സ്കൂൾ കുട്ടികളും അതുപോലെ ഉള്ള സാധാരണ മനുഷ്യർക്ക്, ജോലിക്ക് പോകുന്ന ആളുകൾക്കും തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ ഉണ്ടായ ദുരിതത്തെക്കുറിച്ച് നിരവധി മാധ്യമങ്ങൾ, മീഡിയ വൺ ഉൾപ്പെടെയുള്ള നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അന്നേ ദിവസം ഒന്നും CPM-ൻ്റെ ഒരു നേതാവും അവർക്ക് പിശകാണെന്ന് ഏറ്റുപറഞ്ഞില്ല. മാത്രമല്ല, സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അല്ലേ? സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സമസ്ത മേഖലയിലും അത് കാണാവുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വഴിയിൽ കൂടി നടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പാർട്ടി സമ്മേളനങ്ങൾ നടത്തുന്നത്. ഇവിടെ ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ആ വിധിയുടെ ലംഘനമാണെന്നൊക്കെ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും ദിവസങ്ങളോളം CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിക്ക് അതിനെക്കുറിച്ചൊരു ബോധമുണ്ടായില്ല. തെറ്റ് പറ്റിപ്പോയി എന്ന് ഏറ്റു പറയാൻ പോലും പറ്റാത്തത്ര അധമ രാഷ്ട്രീയത്തിന്റെ പ്രവാചകരായിട്ട് ഇവർ മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ നഗരത്തിലൊക്കെ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളുമായി ഇവിടെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് സാമാന്യവൽക്കരിക്കാൻ വി ജോയി ശ്രമിച്ചത് നിങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ്. ആ ഭാഗവും താങ്കളടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ കേട്ടുകാണുമെന്നാണ് കരുതുന്നത്. അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ഇങ്ങനെയാണ്: പാർട്ടികൾ പൊതുസമ്മേളനങ്ങളും സമരപരിപാടികളും എല്ലാം ഇങ്ങനെ നടത്താറുണ്ട്. സെക്രട്ടേറിയറ്റ് നടയിൽ കോൺഗ്രസ് ഒരു വലിയ സമരം ഈ അടുത്തിടെ നടത്തിയിരുന്നു. ആ അർത്ഥത്തിൽ നിങ്ങളെ അംഗീകരിക്കുകയാണ് കേട്ടോ, നിങ്ങളുടെ ശക്തിയെ കൂടി. ഒരു വലിയ സമരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് ഉൾക്കൊണ്ട് വേണം അങ്ങയുടെ പ്രതികരണവും. ഗവൺമെന്റ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് 2 റോഡുകളും അടച്ച് അവിടെ സ്റ്റേജും നിർമ്മിച്ചിരുന്നു. അവിടെയും പോലീസ് ഒരു കേസെടുക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായി ഇങ്ങനെ ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഞങ്ങളുടെ ഒരു വ്യക്തമായിട്ടുള്ള അഭിപ്രായം അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്വാഭാവികമായ നടപടിക്രമം എന്ന് പറയുന്നത് പോലീസ് ഒരു കേസെടുക്കുന്നു എന്നതാണ്. ഇതിനോടുള്ള ന്യായീകരണം എന്താണ്? നിങ്ങൾക്കൊരു നീതിയും CPM ചെയ്താൽ മറ്റൊരു നീതിയും എന്നതിന് നിങ്ങൾക്ക് വാദിക്കാൻ കഴിയുമോ? അല്ല വേണു, ഞാൻ അതിലേക്ക് തന്നെ വന്നുകൊണ്ടിരുന്നത്. താങ്കൾ ഇടപെടുന്നതിന് മുമ്പ് നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. ഞങ്ങളൊക്കെ സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും മറ്റു പല കാര്യങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങളും അത്തരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ നടത്താറുണ്ട്. റോഡിൻ്റെ ഓരം ചേർന്ന് പ്രകടനം നടത്തിയാൽ പോലും കേരളത്തിൻ്റെ പോലീസ് കേസെടുക്കുന്നത് മാർഗതടസ്സമുണ്ടാക്കി, 10-ൽ കൂടുതൽ ആളുകളുണ്ടായാൽ ഹൈക്കോടതി വിധിയുടെ ലംഘനമാണെന്നൊക്കെ പറഞ്ഞിട്ട് കേസെടുക്കും. കോവിഡിൻ്റെ സമയത്ത് ആ പ്രോട്ടോകോൾ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ 2 വർഷക്കാലം, ഏകദേശം 2-2.5-3 വർഷക്കാലവും കേഡോ ആക്ട് ഉപയോഗിച്ചും ആ വകുപ്പ് ഉൾപ്പെടെപ്പെടുത്തിക്കൊണ്ട് കേസെടുക്കും. എത്ര കോടി രൂപയാണ് സാധാരണ പൊതുപ്രവർത്തകരിൽ നിന്ന്, സാധാരണ രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്ന് ഇത്തരത്തിൽ ഫൈനായിട്ട് ഈടാക്കിയിട്ടുള്ളത്? കോടിക്കണക്കിന് രൂപ. അങ്ങനെ ഈടാക്കുന്ന ഒരു സർക്കാർ ഇവിടെ പ്രതിഷേധ പ്രകടനം നടത്തണമെങ്കിൽ പോലും പൈസ മുൻകൂട്ടി അടയ്ക്കണം എന്ന് പറയുന്ന രീതിയിൽ ഒരു നയം കൊണ്ടുവന്ന സർക്കാർ, പിന്നീട് പല വിമർശനങ്ങളുടെ പുറത്ത് അത് മാറ്റിവെച്ചെങ്കിലും അങ്ങനെ ഒരു നയം കൊണ്ടുവന്ന സർക്കാരിൻ്റെ പാർട്ടി, ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് വഞ്ചിയൂർ കോടതിയുടെ മുൻപിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്. ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന
CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ കേസെടുത്തോ? എനിക്ക് അറിയാൻ കൗതുകമുണ്ട്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ച് സമരം നടത്തുന്നു. സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സെക്രട്ടേറിയറ്റിന്റെ ഓരത്ത് ഫുട്പാത്തിൽ കുടിൽ കെട്ടിയോ അല്ലെങ്കിൽ സ്റ്റേജ് കെട്ടിയോ ഒക്കെ സമരം നടത്തുമ്പോൾ വന്നു കൂടുന്ന ആളുകളുടെ ബാഹുല്യം കൊണ്ട് വഴി തടസ്സമുണ്ടാകും, സ്വാഭാവികമാണ്, മാർഗ തടസ്സമുണ്ടാകും. അതുപോലെയാണോ റോഡിന് നടുവിൽ സ്റ്റേജ് കെട്ടിക്കൊണ്ട് ഒരു സൈഡ് റോഡ് അടച്ചു കെട്ടിക്കൊണ്ട് സമ്മേളനം നടത്തുന്നത്? അതുപോലെയാണോ? അന്ന് വഴി ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒത്താശ ചെയ്ത പോലീസാണ് പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം കോടതിയുടെ നിർദ്ദേശം വരുമ്പോൾ കേസെടുക്കുന്നത്. ഞങ്ങളെപ്പോലുള്ള ആളുകൾ സമരം ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് മാർഗ തടസ്സമുണ്ടെങ്കിൽ ആ മാർഗ തടസ്സത്തിന്റെ പേരിൽ ഉദ്ഘാടനം ചെയ്യുന്ന ആൾ ഉൾപ്പെടെ പ്രതിയേർക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. കേരളത്തിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്ത CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ പ്രതി ചേർത്തിട്ടുണ്ടോ എന്നുകൂടി അറിയാനായിട്ട് ഒരു കൗതുകമുണ്ട്. സാധാരണ മനുഷ്യർക്കുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടി ഇത്തരം പരിപാടി ചെയ്താലും ബുദ്ധിമുട്ടുണ്ടാകും. അത് ചെയ്തതിന്റെ പേരിൽ മുൻകാല പ്രാബല്യത്തോടെ മുൻകാലങ്ങളിൽ പലർക്കുമെതിരെ കേസെടുത്തതുപോലെ ഈ കാര്യത്തിൽ എടുത്തിട്ടുണ്ടോ എന്നുകൂടി നമുക്കൊന്ന് സമ്മതിക്കണമല്ലോ. ശരി, അങ്ങയിലേക്ക് വരാം. CPM-ന്റെ പ്രതിനിധികൾ ഈ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുകയല്ല. ആരെ വേണമെങ്കിലും ഈ ചർച്ചയിലേക്ക് വിളിച്ചുകൊള്ളൂ എന്ന് അത് ഏകോപിപ്പിക്കുന്ന വ്യക്തി പറഞ്ഞതാണ്. പല നേതാക്കളെയും വിളിച്ചപ്പോൾ അവർക്ക് മറ്റ് സൗകര്യങ്ങളുള്ളത് കൊണ്ടാണ് ഈ ചർച്ചയിൽ CPM-ന്റെ സാന്നിധ്യമില്ലാത്തത്. അതല്ലാതെ ഈ വിഷയത്തോട് അവർ മുഖം തിരിഞ്ഞു നിൽക്കുകയല്ല. M. ജയചന്ദ്രനാണ് ഇപ്പോൾ ഇടത് സഹയാത്രികനായി ഈ ചർച്ചയിൽ പങ്കുചേരുന്നത്. ശ്രീ M. ജയചന്ദ്രൻ, കോടതി പറയുന്നതിന് മുൻപ് വരെ കേസെടുക്കാതിരുന്നത് കോടതിയേക്കാൾ ഈ പാർട്ടി കോടതിക്ക് കീഴടങ്ങിയാണ് പോലീസ് നിൽക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ? ഇവിടെ ഇപ്പോൾ ഒരു പാർട്ടി ഒരു വിഷയത്തിൽ സമ്മേളനം നടത്തുക, സമരം നടത്തുക, അതൊക്കെ ഒരർത്ഥത്തിൽ ജനാധിപത്യ അവകാശത്തിൻ്റെ ഒരു പ്രതികരണം എന്ന നിലയിൽ അംഗീകരിച്ചാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് നീതിന്യായ സംവിധാനങ്ങൾ, ക്രമസമാധാന പാലനത്തിന് ചുമതലയുള്ളവർ നിർവഹിക്കേണ്ട ഭരണപരമായ ഉത്തരവാദിത്തമുണ്ട്. അതിൽ ഒരു വീഴ്ച ബോധപൂർവം വരുത്തിയാൽ അതിനുള്ള ന്യായീകരണം എന്താണ്? വേണു, ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള വിമർശനം ഉണ്ടായാലും അതിനെയൊക്കെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത്തരം വിമർശനങ്ങൾ സ്വാഭാവികമായി ഉയർന്നു വരേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഈ റോഡ് ജിൻഡോ പറയുന്നത് പോലെ റോഡ് അടച്ചു കെട്ടി എന്നോ അല്ലെങ്കിൽ റോഡിൻ്റെ ഒരു ഭാഗത്ത് കെട്ടി എന്നതുപോലുമോ ആണെങ്കിൽ പോലും അതൊന്നും ന്യായീകരിക്കത്തക്കതല്ല. പല ഘട്ടങ്ങളിലായി നമ്മൾ പല അവസരങ്ങളിലും ഈ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് CPM-ന്റെ മാത്രമല്ല, അല്ലെ LDF-ന്റെ മാത്രമല്ല, കോൺഗ്രസിൻ്റെയോ UDF-ന്റെ മാത്രമല്ല, NDAയുടെ BJP-യുടെ മാത്രമല്ല, എല്ലാ സംഘടനകളും കാലാകാലങ്ങളിൽ തരാതരം പോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു പോരുന്നുണ്ട്. അത് ശരിയല്ല എന്നുള്ള കാര്യം ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും പൊതുവിൽ സമ്മതിക്കുന്നതുമാണ്. പക്ഷേ വീണ്ടും അത് നിരന്തരം ആവർത്തിക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടപ്പോഴാണല്ലോ ഈ കേസിലാണെങ്കിലും ഇതുണ്ടാവുന്നത്. നേരത്തെ 2021 ജനുവരി 8 ഒരു ഉത്തരവ് തന്നെ ഉണ്ട്. ഇത്തരം പരിപാടികൾ പാടില്ല, അരുത് എന്ന് പറഞ്ഞ് ഹൈക്കോടതി തന്നെ ഉത്തരവിട്ടിട്ടുള്ളതാണ്. അതിനെയും മറികടന്നിട്ടാണല്ലോ പിന്നീട് അതിനുവേണ്ടി സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി അംഗീകരിച്ചില്ല. അപ്പോൾ അത് സ്റ്റാൻഡിംഗ് ഓർഡറായിട്ട് തന്നെ നിൽക്കുകയാണ്. അത് നിൽക്കുകയാണ് കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ മുന്നണികളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് കുറച്ച് കടന്നുപോയി എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം വരുന്നത്. തീർച്ചയായിട്ടും അത് ആ വിമർശനം അങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്ന സമീപനമാണ് എൻ്റെതെന്നാണ് ഞാൻ പറഞ്ഞത് തുടക്കത്തിലെ. അത് മാറുകയും വേണം. അത് ഇനി അതിനകത്ത് ന്യായീകരണത്തിന് ഇന്ന് അവിടുത്തെ ജില്ലാ സെക്രട്ടറി വി ജോയ് MLA തന്നെ പറഞ്ഞു CPM-ന്റെ അംഗീകരിക്കുന്നുണ്ടോ പാളയം ഏരിയ കമ്മിറ്റിക്ക് സംഭവിച്ചത് ഒരല്പം പിശകാണ് എന്ന്? അല്പമൊന്നും അല്ലെന്ന്, ഇതിൻ്റെ അകത്ത് അല്പം എന്നുള്ള രീതിയിൽ അല്പത്തരമായിട്ട് കാണരുത്. നേതാക്കൾ അല്പം പിശകെന്ന് പറയുമ്പം വി ജോയിയെ പോലൊരാൾ പറയുമ്പോൾ അദ്ദേഹം MLA കൂടാണ്. അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത് എന്ന് കരുതുന്നയാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്പം എന്നുള്ള ആ ഒരു സ്കെയിലൊന്നും വെക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ഏരിയ കമ്മിറ്റിക്ക് റോഡടച്ച് സമ്മേളനം നടത്താൻ കഴിയുക അല്ലല്ല, അവിടെ അതിന്റെ ഉദ്ഘാടകനായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ വരിക. അദ്ദേഹവും MLA ആണ്. അങ്ങീ പറയുന്ന ജോയിക്ക് ബാധകമായ അതേ പദവി ഈ പറയുന്ന MV ഗോവിന്ദനുമുണ്ട്. MV ഗോവിന്ദൻ അത് ഉദ്ഘാടനം ചെയ്യുന്ന സാഹചര്യം വരുന്നു. ഇനി അതെല്ലാം കഴിഞ്ഞ് നോക്കിക്കോണം, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകം കളിക്കുകയാണ് ആ വേദിയിൽ. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഈ പറയുന്ന പൊതുജനങ്ങളുടെ അവകാശത്തെ ഈ പാർട്ടി സംവിധാനം വെല്ലുവിളിച്ചത്? രാവിലെ മുതൽ വൈകിട്ട് വരെ 50ഓളം പോലീസുകാരെ അവിടെ ഈ വഞ്ചൂർ പോലീസ് നിയോഗിച്ചിട്ടുണ്ടായിരുന്നു.
ഗതാഗത നിയന്ത്രണം അടക്കം ഉറപ്പാക്കി ഈ പരിപാടികളെല്ലാം വിജയകരമാക്കാൻ വേണ്ടി. അപ്പോൾ ഈ പോലീസ് എന്ന് പറയുന്നത് CPM-ന്റെ പോലീസാണോ? MV ഗോവിന്ദന്റെ ഉത്തരവാദിത്വ ബോധം എവിടെ പോയി? അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന വി ജോയിക്ക് മാത്രമാണോ അതിനകത്തൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്? അല്ല, ഇപ്പൊ കേസെടുത്തിരിക്കുന്നത് 21 ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ പേരിലാണല്ലോ. പക്ഷേ ഹർജിക്കാരൻ പോയിരിക്കുന്നത് MV ഗോവിന്ദനെതിരെയും DGPI അടക്കം എതിർകക്ഷികളാക്കിക്കൊണ്ടാണ്. അതെ, ഞാൻ പറഞ്ഞത്, ഞാൻ ഇന്നത്തെ അവസ്ഥ പറയുകയാണ് വേണു. എനിക്കറിയാവുന്ന ഞാൻ അന്വേഷിച്ചറിഞ്ഞ കാര്യം ഞാൻ പറയുന്നു, അതേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി കൂടുതൽ ആൾക്കാർ പ്രതികരിക്കപ്പെടുമോ എന്നൊക്കെയുള്ളത് ഇനി കാണാണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ ഇപ്പോഴത്തെ നില പറയുകയാണ്, അങ്ങനെയാണ് കേസുള്ളത്. ഇത് ഈ വേണു മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നടത്താറുണ്ട്. അതേസമയം തന്നെ കുറച്ചുകൂടെ ഈ പരിഷ്കരണവാദപരമായി ഇത്തരം കാര്യങ്ങളെ സമീപിക്കുന്ന ആൾക്കാർ എന്താണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന അക്കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഡെവലപ്ഡ് കൺട്രീസിൽ ഈ ചർച്ച പുരോഗമിക്കുന്ന വഴിയെ അത്തരം ഒരു അരാഷ്ട്രീയ സമീപനത്തെ പറ്റിയുള്ള അങ്ങയുടെ പ്രതികരണമാകാം. എന്റെ ചോദ്യം ഇപ്പോൾ ഈ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയത്തിൽ തന്നെ നിൽക്കട്ടെ. ഒന്ന്, MV ഗോവിന്ദൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതെല്ലാം കണ്ടിട്ടുള്ളതാണ്. തിരുവനന്തപുരം തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം വർഷങ്ങളായി. അപ്പോൾ അദ്ദേഹത്തിന് ഈ വഞ്ചിയൂരടക്കമുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകതകളൊക്കെ അറിയുന്നതാണ്. ഇന്ന് ജോയി തിരുവനന്തപുരംകാരല്ലാത്തവരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ആ ഭാഗത്തുകൂടെ ഈ പറയുന്ന ഗതാഗതമില്ല, അതൊരു പാർക്കിംഗ് ഏരിയയായി മാറിയിരിക്കുകയാണ്. അത് ആമിഴഞ്ചാൻ തോടിന് മുകളിൽ സ്ലാബിട്ടപ്പോൾ ഉണ്ടായ ഒരു നടപ്പാതയാണ്. ആ ഭാഗം ഈ കോടതിയിലെ നല്ല തിരക്ക് കാരണം അഭിഭാഷകർ, മറ്റ് വ്യവഹാരികൾ അവർക്കൊക്കെ വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട് അത് മാറിയിരിക്കുകയാണ്. അവിടെ ഗതാഗതം ഇല്ല എന്നാണ് പച്ച നുണയാണത്. അത് ഗതാഗതത്തിൻ്റെ ഭാഗം തന്നെയാണെന്ന് മാത്രമല്ല, അവിടെ അത് ഉണ്ടാക്കിക്കൊണ്ടാണ് ആ പാർക്കിംഗ് എല്ലാം അവിടെ അനധികൃതമായി നിൽക്കുന്നത്. അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പാർക്കിംഗ് ഏരിയ അല്ല താനും. കൂടാതെ നാം അന്ന് കണ്ട ദൃശ്യങ്ങളുണ്ട്, കോടതി കണ്ട ദൃശ്യങ്ങളുണ്ട്, കുട്ടികൾ, ആംബുലൻസ് അടക്കമുള്ള യാത്രകൾ തടസ്സപ്പെടുന്നത്. ഇതൊക്കെ MV ഗോവിന്ദൻ അറിയുന്നതല്ലേ? കമ്മ്യൂണിസ്റ്റാക്കി നാടകം കളിക്കേണ്ട വേദിയാണോ അത്? ഇങ്ങനെ നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റാക്കി ഇത്തരം സ്റ്റേജുകൾ ഉണ്ടാക്കിയാണ് കളിക്കുന്നത് എങ്കിൽ കമ്മ്യൂണിസ്റ്റ് അല്ലാതാക്കുകയാണ് ചെയ്യുക ആളുകളെ. അല്ല, അതിൻ്റെ വേണു ഒരു കാര്യമുള്ളത്, അതിൻ്റെ ശരിതെറ്റുകളെ പിന്നെ വിശകലനം ചെയ്ത് വിവേചനം നടത്തി തീരുമാനമെടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. അത് തെറ്റാണ്, നിയമപരമായി തന്നെ തെറ്റാണ്. നേരത്തെ ഹൈക്കോടതി നിരോധിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് നിലനിൽക്കെ ചെയ്തിട്ടുള്ളത് തെറ്റാണ്. അതിനപ്പുറത്തേക്ക് പിന്നെ ഒരു ജസ്റ്റിഫിക്കേഷനും അതിന് ആവശ്യമില്ല. അതിൻ്റെ അകത്ത് ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആര് ന്യായീകരിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ബാധകവുമല്ല. അത് പിന്നെ നിലവിൽ അങ്ങനെ ഓർഡർ 2021 ജനുവരി 8 കേരള ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ന്യായീകരിക്കുന്നത് അല്ല തന്നെ. ഞാൻ വരാം ശ്രീ NP ചെക്കുട്ടി. ഇവിടെ ഇപ്പോ കോടതി ആവശ്യപ്പെട്ടിട്ട് മാത്രം കേസെടുക്കുക എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. അത് വി ജോയ് ചൂണ്ടിക്കാട്ടിയ സെക്രട്ടേറിയറ്റ് സമരത്തിൽ നിന്ന് ഭിന്നമാണ് കോൺഗ്രസ് നടത്തിയത്. കാരണം അവിടെ അതിവേഗത്തിൽ തന്നെ കേസെടുക്കുകയുണ്ടായി. ജിൻഡോ പറയുകയുണ്ടായല്ലോ, പ്രമുഖ നേതാക്കന്മാർക്കെതിരെയൊക്കെ കേസെടുത്തിട്ടുണ്ട്. സതീശൻ പ്രതിയാണ് അല്ലേ, തരൂര് പ്രതിയാണ് അല്ലേ, സുധാകരൻ പ്രതിയാണ്. അങ്ങനെ മുൻനിര നേതാക്കന്മാരെല്ലാം പ്രതികളാണ് എന്ന് മാത്രമല്ല, ആ പരിപാടി സാധാരണഗതിയിൽ നേതാക്കന്മാർ പങ്കെടുക്കുമ്പോൾ അവർ സംസാരിച്ചിട്ട് പോകുന്ന ഒരു സംയമനം പോലീസ് കാണിക്കാറുണ്ട്. അങ്ങയുടെ ഓർമ്മയിലുണ്ടല്ലോ, അതുപോലുമില്ല. എല്ലാവർക്കും നേരെ വെള്ളം ചീറ്റുകയായിരുന്നു. പലർക്കും ദേഹാസ്വാസ്ഥ്യമുണ്ടായ സാഹചര്യമുണ്ടായി. അപ്പോൾ 50 പോലീസുകാരുടെ അകമ്പടിയോടെ ഏരിയ സമ്മേളനം റോഡിൽ നടത്തിയ CPM-ഉം സെക്രട്ടേറിയറ്റ് ഒരു പ്രതിപക്ഷ സംഘടന നടത്തുന്ന സ്വാഭാവിക പ്രതിഷേധവും തുലനം ചെയ്യാൻ കഴിയുന്നതല്ല. മാത്രമല്ല, ആ കാര്യത്തിൽ സർക്കാരിൻ്റെ ഈ പോലീസ് വിവേചനപരമായി പെരുമാറി കോടതി ഇടപെടും വരെ എന്നത് സുവ്യക്തമല്ലേ? അല്ല, ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് സത്യത്തിൽ നടന്നത്. കാരണം സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റിലും സാധാരണ നിലക്ക് ഭരണസിരാ കേന്ദ്രം എന്ന നിലയിൽ സമരങ്ങളുണ്ടാവും. സമരങ്ങൾ ജനങ്ങൾക്ക് നടത്താൻ അവകാശമുണ്ട്. ജനാധിപത്യപരമായ ഒരു അവകാശമാണ് ഭരണസിരാ കേന്ദ്രത്തിൽ സമരം നടത്തുക എന്നുള്ളത്. അപ്പോൾ ആ ഏരിയയിൽ സമരം നടത്തുന്നതും ഒരു ജനങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്ത്, ഞാൻ തിരുവനന്തപുരത്തുകാരനല്ല, പക്ഷേ ഞാൻ പിന്നെ വിഷ്വൽസ് നിന്ന് എനിക്ക് മനസ്സിലായത് ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണത്. ആ ഏരിയയിൽ ഇങ്ങനെ റോഡെല്ലാം വളച്ച് കെട്ടിയിട്ട് പിന്നെ ഒരു ദിവസം മുഴുവനും
ഇങ്ങനെ ഒരു സമ്മേളനം നടത്തുക എന്ന് പറയുമ്പോൾ അത് സെക്രട്ടേറിയറ്റിലെ വിഷയമായിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ബന്ധിപ്പിക്കാൻ കഴിയില്ല. ഭരണസ്ഥിരാ കേന്ദ്രത്തിലാകുമ്പോൾ സ്വാഭാവികമായി സമരം ഉണ്ടാകും, അതിനുള്ള സംവിധാനങ്ങളുണ്ടാവും, ആളുകളെ മാറ്റിക്കൊണ്ടുപോകാൻ, ആളുകൾക്ക് പിന്നെ വാഹനങ്ങൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഡൈവേർട്ട് ചെയ്യാൻ സംവിധാനമുണ്ട്. ഇതല്ല, ഇതൊരു റോഡിൻ്റെ ഒരു ഭാഗം അങ്ങനെ തന്നെ ഏകപക്ഷീയമായിട്ട് പിടിച്ചെടുക്കുകയാണ്. ഈ ഒരു പിടിച്ചെടുക്കൽ എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാവിധ അവകാശങ്ങളും അതിലൂടെ സഞ്ചരിക്കുന്ന മുഴുവൻ ജനങ്ങളുടെ ജനാധിപത്യപരമായ അവകാശങ്ങളും തൃണവൽഗണിച്ചുകൊണ്ട് നിങ്ങൾ പുല്ലാണ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അതിനകത്ത് കാണുന്നത്. മാത്രമല്ല ശ്രീ ചെക്കുട്ടി, അവിടെ ഈ പോലീസ് കാഴ്ചക്കാരായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നാം എപ്പോഴും ഇതിനെപ്പറ്റി പറയാറ് പ്രതിഷേധങ്ങൾക്ക് എപ്പോഴും അവകാശമുണ്ട്, സമ്മേളനങ്ങൾക്ക് അത് ബാധകമായിക്കൂടെ, ഇനി പ്രതിഷേധം എന്ന രൂപത്തിലെടുത്താൽ പോലും അതിനൊരു അവകാശമുണ്ട് ജനാധിപത്യ വേദിയിൽ എന്ന് ഒരു വാദത്തിന് അംഗീകരിച്ചാലും അത് ഭരണകൂട സംവിധാനത്തെ ചൊൽപ്പടിക്ക് നിർത്തിക്കൊണ്ടുള്ളതാകുമ്പോൾ അതൊരു പ്രതിഷേധത്തിൻ്റെ സ്വഭാവമല്ല, അത് ഭരണത്തിൻ്റെ ദുർവിനിയോഗമാണ് അല്ലേ എന്ന് മാത്രമല്ല അവിടെയാണ് പോലീസ് കാഴ്ചക്കാരായി നിൽക്കുമ്പോൾ പൊതുജനങ്ങൾ മനസ്സിലാക്കുന്ന എന്താണ്, പോലീസ് ഇവിടെ ഞങ്ങൾക്കൊപ്പമല്ല, ഈ പറയുന്ന പൗരാവകാശത്തിൻ്റെ സംരക്ഷകരായി ഇവിടെ ആരുമില്ല, പൗരാവകാശത്തെ ധ്വംസിക്കുന്നവർക്കൊപ്പമാണ് പോലീസ്. അപ്പോൾ ഒരു മുഷ്കാണ്, ഒരു ധാർഷ്ട്യമാണ് അവിടെ വിജയിക്കുന്നത്. അതുകൊണ്ട് പ്രതിഷേധത്തിൻ്റെ അല്ലെങ്കിൽ സ്വാഭാവികമായ ജനകീയ കൂട്ടായ്മകളുടെ ഒരു വേദി എന്ന നിലയിലുള്ള അംഗീകാരം ഈ ഏരിയ സമ്മേളനത്തിന് വേദിക്ക് കൊടുക്കാൻ കഴിയുമോ ഇല്ലയോ? അല്ല, ഇതിലെന്ത് പ്രതിഷേധമാണ്? നിങ്ങളൊരു നാടകം കളിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, ഒരു പൊതു കൂട്ടായ്മയുടെ വേദി, ഏരിയ സമ്മേളനം പോലും അംഗീകരിക്കാൻ കഴിയും. ഒരു പൊതുസമ്മേളനം നടത്തുന്നതിന് രീതികളുണ്ട്, നാട്ടിൽ നിയമ സംവിധാനങ്ങളുണ്ട്. പൊതുസമ്മേളനം ആദ്യമായിട്ടൊന്നുമില്ല ഒരു പാർട്ടി നടത്തുന്നത്. കേരളത്തിൽ എത്ര പാർട്ടികളുണ്ട്? ആരെങ്കിലും ഇന്ന് റോഡ് അടച്ചു കെട്ടിയിട്ട് നാട്ടുകാരുടെ വാഹന ഗതാഗതം മുഴുവൻ ആശുപത്രി പോകുന്നത് തടഞ്ഞുകൊണ്ട് ഏത് പാർട്ടിയാണ് കേരളത്തിൽ ഈ തരത്തിലുള്ള സമ്മേളനങ്ങൾ നടത്തുന്നത്? ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ധാർഷ്ട്യമാണ്, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അപ്പം അതിനകത്ത് യഥാർത്ഥത്തിൽ എം വി ഗോവിന്ദനെ പോലുള്ള ഒരാൾ, അദ്ദേഹത്തിനൊക്കെ രാഷ്ട്രീയമായിട്ട് ഒരു കുറേ കൂടി കാഴ്ചപ്പാടുണ്ടാവേണ്ട ഒരാളാണ്. പൊതുസമൂഹത്തിനകത്ത് ഒരു ഉത്തരവാദിത്വം ഉണ്ടാവേണ്ട ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജ് അവിടെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കെട്ടിയത് ശരിയല്ല, മാറ്റി കെട്ടുന്നതിന് എന്താ തടസ്സം ഉണ്ടായിരുന്നത്? അയാൾക്ക് അപ്പം തന്നെ പറയാമായിരുന്നല്ലോ ഇവിടെ കെട്ടാൻ പാടില്ല, സൈഡിലേക്ക് മാറി. കാരണം സ്റ്റേജിൽ ഇരുന്ന് പ്രസംഗിക്കണം, നേതാക്കന്മാർക്ക് സ്റ്റേജിൽ ഇരുന്ന് പ്രസംഗിക്കണം. അതിന് ഇന്ന് റോഡ് മുഴുവൻ വേണമെന്നില്ലല്ലോ, നിങ്ങൾക്കൊരു മൈക്ക് വേണം, 1, 2, 4, 5. അങ്ങോട്ടൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ, ഇതേപോലെ തന്നെ ഇപ്പോൾ ശക്തി കൊണ്ട് തുല്യരല്ല എങ്കിലും ഇതേപോലെ തന്നെ ഉത്തരവാദപ്പെട്ട പദവി വഹിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ് പന്ന്യൻ. ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 36 മണിക്കൂറാണ് ഇതുപോലെ തന്നെ സ്റ്റേജ് കെട്ടിയുള്ള പ്രതിഷേധം നടക്കുന്നത്. അവിടെ പന്ന്യൻ ചെന്നിട്ട് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് പല ഘട്ടങ്ങളിൽ ഇത് ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തോട് ചോദിച്ചൊരു കാര്യമുണ്ട്, തിരിഞ്ഞു നോക്കിയാൽ കണ്ടുകൂടെ എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നമ്മൾ അവരോട് പറഞ്ഞ് അവരെ പരമാവധി നിയന്ത്രിക്കുന്നുണ്ട്, നമ്മൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ കാര്യങ്ങൾ, നമ്മൾ വേണ്ടത് ചെയ്യും, ഇതാണ് മറുപടി. എന്ന് മാത്രമല്ല ഈ നടവഴിയും റോഡും ഒക്കെ ഒരു ഭാഗവും പൂർണ്ണമായും കയ്യേറിയാണ് ഈ സ്റ്റേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം, പരിശോധിക്കാം എന്ന് പറയുമ്പോൾ പോലീസ് ഒരു ചുക്കും ചെയ്യില്ല എന്നതാണ്. അപ്പോൾ ഇവർ വെല്ലുവിളിക്കുന്നത് ആരെയാണ്? അല്ല, അവർ വെല്ലുവിളിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളെയാണ്. പക്ഷേ പന്നിനെ പോലുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ശക്തമായൊരു പൊസിഷൻ എടുക്കേണ്ടതാണ്. കാരണം കേരളത്തിലെ പൊതുസമൂഹത്തിന് അവകാശങ്ങളുണ്ട്, കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് അവകാശങ്ങളുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല. പക്ഷേ ശ്രീ എൻ പി ചെക്കുട്ടി, രണ്ട് സാഹചര്യമാണ്. ഈ പാളയം ഏരിയ സമ്മേളനം നടക്കുമ്പോൾ കോടതിയുടെ ഒരു ഇടപെടലില്ല, അതിൻ്റെ കാര്യങ്ങൾ പുരോഗമിക്കേ. നാളെ SHO അവിടെ ഹാജരായി ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടിയിരിക്കെ, നാളെ സർക്കാർ ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്താണ് തുടർ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നത് എന്ന റിപ്പോർട്ട് കോടതി ആവശ്യപ്പെട്ട് അത് കോടതി പരിഗണിക്കാനിരിക്കെ ഈ 36 മണിക്കൂർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്റ്റേജ് കെട്ടാനുള്ള ധൈര്യം എങ്ങനെയാണ് CPIക്ക് കിട്ടുന്നത്? അതിപ്പോൾ അവർ ഭരണകക്ഷിയാണ്, ഭരണത്തിലുള്ള ആളുകൾക്ക് നിയമങ്ങൾ ബാധകമല്ല എന്നൊരു ധാരണ CPMൻ്റെ പ്രവർത്തനങ്ങളുടെ അവർക്കും ബോധ്യമായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ പ്രതിഷേധിക്കുന്ന ആളുകളുടെ നേരെ ഈ മുഖ്യമന്ത്രിയും സെറ്റും കൂടി ഒരു ജാഥ നടത്തിയിരുന്ന കാസർഗോട്ട് വന്നിട്ട് ട്രിവാൻഡ്രം വരെ, ആ സമയത്ത് ഈ ബസ്സിന് നേരെ കരിങ്കൊടിച്ച് കാണിച്ച ആളുകളെ, ബസ്സിന് നേരെ പ്രതിഷേധം പ്രകടിപ്പിച്ച ആളുകളെ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ സ്വന്തം അംഗരക്ഷകരടക്കമുള്ള ആളുകൾ പുറത്തിറങ്ങിയിട്ട് അടിച്ച് ചമ്മന്തി അരച്ചത് നാട്ടുകാർ കണ്ടിട്ടുള്ളതാണ്. എന്ത് തരത്തിൽ എന്ത് തരത്തിലുള്ള നിയമം? ആക്ച്വലി മുഖ്യമന്ത്രിയുടെ ഗാർഡായിട്ടിരിക്കേണ്ട ആൾ, മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ആയിരിക്കേണ്ട ആൾ പുറത്തിറങ്ങി റോഡിലിറങ്ങി പിന്നാലെ അതിന് വേറെ ആളുകളല്ല ചെയ്യും. അപ്പോൾ എല്ലാ നിലയ്ക്കും നിയമപരമായിട്ടുള്ള ഒരു സംവിധാനവും ഇവിടെ ഇല്ല. ആളുകൾക്ക് തോന്നുന്ന മാതിരിയാവാം. അതുകൊണ്ടാണല്ലോ ഈ IDGP ആയിരിക്കുന്ന ആൾ അയാൾക്ക് തോന്നുന്ന മാതിരി RSSൻ്റെയും NSSൻ്റെയും ഒക്കെ ഓഫീസിൽ പോയിട്ട് അവരുമായിട്ട് ഇടപെടുന്നു. വേറെ ഒരാൾ പിന്നെ ഹിന്ദു ഐക്യവേദി വാട്സാപ്പിലൂടെ ഉണ്ടാക്കുന്നു. ഇത് ഒരു ചോദ്യം ഒരു ഉത്തരവില്ല. ഈ കേരളത്തിൽ യഥാർത്ഥത്തിൽ ഒരു നിയമവാഴ്ച എന്ന് പറയുന്ന സംഗതിയേ ഇല്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് പന്ന്യനെ സംബന്ധിച്ചുള്ള പന്ന്യനും പ്രശ്നമില്ല. കാരണം പന്ന്യൻ വലിയേട്ടൻ അതിനേക്കാൾ മോശമായിട്ട് കാര്യം. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തന രീതി കേരളത്തിൽ കഴിഞ്ഞ 5-8 വർഷം കൊണ്ട് വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ
ശ്രീ എൻ പി ചെക്കുട്ടി അവിടെ നാടകവും നടന്നു. അങ്ങേക്കറിയുന്നതാണ്, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അതൊരു വലിയ പ്രതിരോധമായിരുന്നു. അവിടേക്ക് ജനങ്ങൾ സ്വമേധയാ എത്തിയ ആ നാടകം കാണുകയായിരുന്നു, അതിൻ്റെ രാഷ്ട്രീയ സന്ദേശം ഉൾക്കൊള്ളുകയായിരുന്നു അല്ലേ? അത് പിന്നീട് ഒരു രാഷ്ട്രീയ പൈതൃകമായി കേരളത്തിൻ്റെ പൊതുമനസ് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് വലിയൊരളവ് വരെ. ഇങ്ങനെയാണ് ഇവർ ഈ കമ്മ്യൂണിസ്റ്റാക്കി വീണ്ടും കളിപ്പിക്കാൻ പോകുന്നതെങ്കിൽ ഇവർ കമ്മ്യൂണിസ്റ്റ് ആക്കുകയാണോ ചെയ്യുക, ആക്കാതിരിക്കുകയാണോ ചെയ്യുക ഈ പ്രവൃത്തിയിലൂടെ? കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഒരു പാരമ്പര്യമുണ്ട്. അതൊരു വളരെ മഹത്തായ പാട്ടവാക്കിയായാലും ശരി, നിങ്ങളൊക്കെ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയാലും ഒക്കെ ജനങ്ങളുടെ അവകാശങ്ങളിൽ നിന്ന്, ജനങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് ഒരു ഉണ്ടായ നാടകങ്ങളായിരുന്നു. റെസിസ്റ്റൻസിൻ്റെ ഒരു തിയേറ്റർ ആയിരുന്നു അത്. ഇതല്ല, ഇത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയുടെ രൂപത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അബ്സേർഡായിട്ട് തീരുകയാണ്. അതിൻ്റെ യാതൊരു തരത്തിലുള്ള ഒരു അർത്ഥവുമില്ലാത്ത, അതിന് ഘടകവിരുദ്ധമായ രൂപത്തിൽ ആ നാടകങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാണ് ഇപ്പോൾ നടക്കുന്നത്. എന്ന് മാത്രമല്ല, അവിടെ ഏറ്റവും വലുതായി നടക്കുന്നത് രാഷ്ട്രീയ നാടകമാണ് എന്ന പൊതുബോധ്യത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുന്ന നടപടികളാണ് ഇതെല്ലാം. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോൾ ഹൈക്കോടതി തന്നെ വിലപിക്കുകയാണ്. എത്രയോ സർക്കുലറുകൾ സർക്കാർ തന്നെ ഇറക്കിയിരിക്കുന്നു. ആ സർക്കുലർ കോൾഡ് സ്റ്റോറേജിൽ വെക്കാനാണോ? സുപ്രീം കോടതിയുടെ വിധിയുണ്ട്, ഡിവിഷൻ ബെഞ്ചിന്റെ അടക്കം മുൻ ഉത്തരവുകളുണ്ട്. അപ്പോൾ ഉത്തരവുകളുടെ ബാഹുല്യമുണ്ട്, പക്ഷെ ഒന്നും നടപ്പിൽ വരുന്നില്ല. അപ്പം നാളെ ഈ SHOയെ വിളിച്ചു വരുത്തി എന്ത് ചെയ്യാൻ പോവുകയാണ് ഹൈക്കോടതി? ഹൈക്കോടതിക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ സുപ്രീം കോടതി ആയാലും ഹൈക്കോടതി ആയാലും ഈ ഉത്തരവുകളെല്ലാം ആലങ്കാരിക ഉത്തരവുകളാണ്, പ്രായോഗിക തലത്തിൽ അതിന് കടലാസിന്റെ വില പോലും ഇല്ല എന്ന ഉറച്ച ബോധ്യം ഇത് വെല്ലുവിളിക്കുന്നവർക്കുണ്ടാകുന്നത് ഏത് സംവിധാനത്തിന്റെ പോരായ്മയാണ്? അങ്ങനെ നാളെ ഹൈക്കോടതിയിൽ എന്ത് നടക്കാൻ പോകുമെന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 2004 സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ട്. അന്ന് ജസ്റ്റിസ് KG ബാലകൃഷ്ണനും വെങ്കട്ടരാമ റെഡ്ഡിയും കൂടെ ഉൾപ്പെടുന്ന ബെഞ്ച് KK റോഡ് മെർച്ചൻസ് അസോസിയേഷന്റെ കേസിൽ തമിഴ്നാട് ഗവൺമെന്റ് ഇതേപോലെ പബ്ലിക് റാലി വഴികളൊക്കെ അടച്ച് നടത്തിക്കൊണ്ടിരുന്നതിനെതിരെ ഹർജി സമർപ്പിച്ചപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടു. എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഓർഡർ തന്നുകൂടാന്ന് ചോദിച്ചപ്പോൾ സ്റ്റേറ്റ് പെട്ടെന്ന് അതിന് റെഗുലേഷൻ ഉണ്ടാക്കാൻ ഞങ്ങൾ വഴി അടച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾക്ക് അനുമതി കൊടുക്കുന്നില്ല എന്ന് അണ്ടർടേക്ക് ചെയ്ത് അതിനുശേഷമാണ് കോടതി ആ കേസ് തീർപ്പാക്കിയത്. കേരള ഹൈക്കോടതിയിലാണെങ്കിൽ 2010 ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരും ജസ്റ്റിസ് PS ഗോപിനാഥനും ഉൾപ്പെടുന്ന ബെഞ്ച് ഖാലിദ് എന്ന് പറയുന്ന ഒരു ആള് കൊടുത്ത പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനകത്ത് അതിൽ ആലുവ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ, റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ വഴി അടച്ചുകൊണ്ട് നടത്തുന്ന പബ്ലിക് മീറ്റിംഗ്സിന് പെർമിഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചത്. ആ കേസിൽ ഇതുപോലെ തന്നെ ഹൈക്കോടതി ഉത്തരവ് കൊടുത്തിരുന്നു, പബ്ലിക് റോഡുകൾ അടച്ചുകൊണ്ടല്ല റാലികൾ നടത്തേണ്ടത് എന്ന് പറഞ്ഞ്. ഇത് നമ്മൾ ഭരണഘടനാപരമായിട്ടുള്ള ഒരു അവകാശമുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ജനാധിപത്യത്തില് റാലികള് പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്താനുള്ള അവകാശമുണ്ട്. ആർട്ടിക്കിൾ 19(1)(b) പറയുന്ന ടു അസംബിൾ പീസബിളി ആൻഡ് വിത്തൗട്ട് ആംസ്. നമുക്ക് ഭരണഘടനാപരമായ ഒരു അവകാശമുണ്ട്. പക്ഷേ ആ അവകാശത്തിന് കുറച്ച് റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് 19(3) പറയുന്നത് നമുക്ക് സ്റ്റേറ്റിന് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്താം. എന്തൊക്കെ കാരണങ്ങളുടെ പുറത്താണ്? സോവറിനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ ഓർ പബ്ലിക് ഓർഡർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പബ്ലിക് ഓർഡർ എന്ന് പറയുമ്പോൾ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മെയിൻ റോഡ്, ആശുപത്രികളിലോട്ടുള്ള വഴി, അല്ലെങ്കിൽ ആളുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വേറൊരു മൗലികാവകാശമാണ്. ഇതേപോലെ തന്നെ സ്റ്റേറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ ബാധ്യസ്ഥമായിട്ടുള്ള ഒരു സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. ആർട്ടിക്കിൾ 19(1)(d) പറയുന്നത് ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അപ്പൊ ഈ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ടാണ് ഈ റാലികൾ നടത്തുന്നതെങ്കിൽ അതവിടെ കൺട്രോൾ ചെയ്യേണ്ടത് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ്. ആ ദൗർഭാഗ്യവശാൽ സാധാരണഗതിയിൽ നടക്കുന്ന ഇങ്ങനെയാണ്, പൗരന്മാര് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, സ്റ്റേറ്റ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം കേരളത്തിലെ ഗവൺമെന്റ് ഇത്രമാത്രം ഭരണഘടനാ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കാൻ കമ്മിറ്റഡ് ആണെങ്കിൽ അവരെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചവരെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്നവരെ ചാലഞ്ച് ചെയ്തുകൊണ്ടുള്ള റാലികൾക്കാണ് പെർമിഷൻ കൊടുക്കേണ്ടത്. ഇതിപ്പോ നടക്കുന്നത് ഭരണത്തിലിരിക്കുന്നവർ തന്നെ ഓർഗനൈസ് ചെയ്യുന്ന റാലികളാണ്. ഇത് എനിക്കൊരു കമ്പാരിസൺ തോന്നുന്നത്, ശ്രീ ചെക്കുട്ടി പറഞ്ഞ പോലെ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല. പക്ഷെ ക്യാപിറ്റോൾ ഹില്ലിൽ അമേരിക്കയിൽ ഇതുപോലെ ട്രംപിന് ഭരണം നഷ്ടപ്പെടും എന്ന് തോന്നിയപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ ആളുകൾ വന്നിട്ട് അവിടെ അറ്റാക്ക് നടത്തുന്നതും തലകുത്തി പതാക നാട്ടുന്നതും ഒക്കെ കണ്ടു. അതേപോലെ ഈ ഗവൺമെന്റ് ഇപ്പോൾ എന്താണ് അവര് എന്ത് ഭാവിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്? കോടതി വിധികൾ ഉണ്ടെന്നറിയാം, ചെയ്യുന്നത് തെറ്റാണെന്ന് അവർ സമ്മതിക്കുന്നു. ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്താണ് ഇപ്പോൾ പെട്ടെന്ന് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഈ വിധികളൊക്കെ ഉള്ളപ്പോൾ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ചെയ്യണം. അതിന് പകരം ഒരു പ്രകടനം നടത്തുകയാണ്,
പൊളിറ്റിക്കൽ പാർട്ടി, ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ തന്നെ പ്രകടനം നടത്തുകയാണ്. ഇതൊക്കെ സുപ്രീം കോടതി നേരത്തെയുള്ള ജഡ്ജ്മെന്റിലും പറഞ്ഞിട്ടുണ്ട്. പബ്ലിക് ഓർഡറിന് വേണ്ടിയിട്ട് റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്താം. അത് ഇപ്പൊ ഈ പബ്ലിക് സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആളുകൾക്ക് വഴിയിൽ കൂടി ഉണ്ടാകുന്ന അപകടങ്ങൾ നമ്മൾ ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ റോഡ് ആക്സിഡന്റ് ഉണ്ടായിരിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം കേരളമാണ്. ഇവിടുത്തെ റോഡുകൾക്ക് വീതി പോരാ. മധ്യപ്രദേശ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലാണ് 2018 മുതൽ 22 വരെയുള്ള ഡേറ്റ ഉണ്ട്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ. അതിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മരണം നടന്നിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്നിരിക്കുന്നത്. അപ്പൊ റോഡിന്റെ വീതി വിസ്താരം കൂട്ടുക. ഇപ്പൊ ഇന്ന് വേറൊരു വാർത്തയും കൂടെ കണ്ടു. ഫ്ലക്സ് ബോർഡുകൾ ഒറ്റ കാര്യം കൂടി അങ്ങനെ തടസ്സപ്പെടുത്തുകയല്ല. ഇപ്പൊ അങ്ങ് ഈ റോഡിന്റെ പരിമിതികൾ, കേരളത്തിൽ ഈ റോഡ് അപകടങ്ങളുടെ വലിയ വർധന, ഇതേപ്പറ്റി പറഞ്ഞപ്പോൾ ഈ വിഷയത്തിൽ ഡിജോ കാപ്പൻ ഒരു മാധ്യമത്തോട് പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങൾ പ്രേക്ഷകരുടെയും കൂടെ അറിവിലേക്കായിട്ട് പറയുകയാണ്. ശ്രീ പ്രശാന്ത് പത്മനാഭൻ പറയുന്നതിനെ സാധൂകരിക്കുന്നതാണ് ആ കണക്കുകൾ. അത് പ്രധാനമാണ്, കണക്കുകളായതുകൊണ്ട്. 1975 1,19,000 വാഹനങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. 30,000 കിലോമീറ്റർ PWD റോഡും. ഇപ്പോൾ 1,60,00,000 വാഹനങ്ങളാണ് ഉള്ളത്. അപ്പോഴും 50,000 കിലോമീറ്റർ റോഡേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സാഹചര്യം. അവിടെയാണ് ഈ റോഡ് അടച്ചുകെട്ടിയുള്ള ഏരിയ സമ്മേളനങ്ങളുടെ ഈ പറയുന്ന കുങ്ക് കാണിക്കൽ നടക്കുന്നത്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനെ തുടരാം. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാനും പറയാൻ ഉദ്ദേശിച്ചത്. ഗവൺമെന്റ് അവർക്കെതിരെയുള്ള പ്രൊട്ടസ്റ്റ് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പബ്ലിക് റാലിക്ക് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സന്ദർഭത്തിൽ പോലും ഈ പബ്ലിക് സേഫ്റ്റി എന്ന് പറയുന്നത്, വഴിയിൽ കൂടെ നടക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകണം, അതിനെ തടഞ്ഞുകൊണ്ടല്ല റാലികൾ നടത്തേണ്ടത്. അതിന് പ്രത്യേക ഇയർമാർക്ക് ചെയ്ത സ്ഥലങ്ങൾ ഉണ്ടാവണം. അതിലേക്ക് പോകാൻ സ്വാഭാവികമായിട്ടുള്ള ഗതാഗതം തടസ്സപ്പെടുത്താതെ വേണം. പബ്ലിക് ഓർഡർ സേഫ്റ്റി എന്നൊക്കെ പറയുന്നത് ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ്. പൗരന്മാരുടെ സഞ്ചാര സ്വാതന്ത്ര്യവും അവർക്ക് ജീവിക്കാനുള്ള അവകാശവും എല്ലാം സംരക്ഷിച്ചുകൊണ്ട് വേണം ബാക്കി അവകാശങ്ങൾ ചെയ്യാനായിട്ട്. പക്ഷെ ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഭരണത്തിലിരിക്കുന്നവർ തന്നെ അവരുടെ പാർട്ടി, ഭരണപക്ഷത്തുള്ള പാർട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെ ജനങ്ങൾക്ക് ദ്രോഹകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് അനുമതി കൊടുക്കുന്നു. ഹൈക്കോടതിയിൽ നിന്ന് അതിന് ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞത് ഫ്ലക്സ് ബോർഡുകൾ ഇതുപോലെ തന്നെയാണ്. റോഡിന്റെ സേഫ്റ്റിയെ അതിലേക്ക് വരാം. ഞാനൊന്ന് ഇടപെടുകയാണ്. ഡോക്ടർ ജിൻഡോ ജോൺ, ഇവിടെ ഇപ്പോൾ ഈ പോലീസ് കേസെടുത്തു എന്ന മഹാകാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ പാളയം ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അത് തന്നെ കോടതി പറഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് പന്ന്യൻ്റെ പാർട്ടിയും 36 മണിക്കൂർ എന്ന കോടതിയെ കൂടി വെല്ലുവിളിക്കുന്ന സമരം ഇന്ന് നടത്തുകയാണ്. ആ ഘട്ടത്തിൽ അതിവേഗത്തിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കണ്ടാലറിയുന്ന 100 പേർക്കെതിരെ. പന്ന്യൻ അതിൽ ഉൾപ്പെടുമോ ഇല്ലയോ എന്നതറിയില്ല. എന്തായാലും അത് ഒരു ഹൈക്കോടതി ഇഫക്റ്റ് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് പോലീസ് ഇനി മുതൽ ഉണർന്നു, അവർ നന്നായി എന്ന് കരുതാൻ കഴിയുന്ന ഒന്നുമില്ല. പിന്നെ അങ്ങേക്കറിയുന്നത് പോലെ പാലക്കാട് ചേർത്ത് പിടിച്ച, പാലക്കാട് അംഗീകാരം നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എങ്ങനെയാണ് പോലീസ് വേട്ടയാടി പിടിച്ചുകൊണ്ട് പോയത് എന്ന് അങ്ങേക്കറിയുന്നതാണ്. ഇതേ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ അന്ന് ആ പോലീസുകാരുടെ ധാർഷ്ട്യവും നാം കണ്ടതാണ്, അല്ലേ? അതും ഇതുപോലെ തന്നെ ഒരു സെക്രട്ടറി സമരത്തിന്റെ പേരിലായിരുന്നു. അപ്പോൾ ആരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാത്തവരല്ല പോലീസ്, അറിയുന്നവരാണ് പോലീസ്. ആ പോലീസ് നാളെ പോയി ഈ പറയുന്ന വഞ്ചിയൂർ ബാബുവിനെ അടക്കം തൂക്കിലേറ്റുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും കരുതുന്നില്ല വേണു. കാരണം കേരളത്തിലെ പോലീസിന് ആരാണ് ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. അവരുടെ യജമാനൻ ആരാണെന്നും കൃത്യമായിട്ട് അറിയാം. അവരെ കഴിഞ്ഞ 8.5 വർഷമായിട്ട് ഭരിക്കുന്നത് ആരാണെന്ന് പറയാം. ഈ സർക്കാർ സമരങ്ങൾക്ക് പോലും പണം ഈടാക്കാൻ തീരുമാനിച്ച സർക്കാർ ഇടത് സർക്കാരാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അന്ന് നമ്മളൊക്കെ വിവിധ മാധ്യമങ്ങളിൽ ഇരുന്ന് ഒത്തിരി ചർച്ചകൾ ചെയ്തിട്ടുള്ളതാണ്. തീവ്ര വലതുപക്ഷ നിലപാടുകളാണ് ഈ കഴിഞ്ഞ 8 വർഷത്തിലധികമായി കേരളത്തിലെ സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. സമരങ്ങളിലൂടെ അധികാരത്തിൽ വന്ന ഒരു സർക്കാർ സമരത്തിന് പണം ഈടാക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ അതുമായി ബന്ധപ്പെട്ടല്ല പറയുന്നത്. ഇവിടെ നടന്ന ഒരു പ്രതിഷേധമല്ല, ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു പ്രതിഷേധമോ കേന്ദ്ര സർക്കാരിനെതിരെ. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒറ്റയാൾ സലീം എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട മനുഷ്യൻ തിരുവനന്തപുരത്ത് കേന്ദ്ര സർക്കാരിനെതിരെ പാലസ്തീൻ വിഷയത്തിൽ എടുത്ത നിലപാടിനെതിരെ ഇസ്രായേലിനെതിരെ ഒരു പ്രതിഷേധം നടത്തിയപ്പോൾ അയാൾക്കെതിരെ ചുമത്തിയത് എന്താണെന്നറിയോ? കലാപാഹ്വാനം. നമ്മൾ മോദി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന, കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് കൊണ്ടുവന്ന CAA നിയമവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത ആളുകൾക്കെതിരെ, സമാധാനപരമായി നരേന്ദ്രമോദിക്കെതിരെ പ്രതിഷേധ യോഗങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെ, അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്ന ആളുകൾക്കെതിരെ കലാപാഹ്വാനത്തിനാണ് കേസെടുക്കുന്നത്. ഇത് പോലീസ് അനുവദിച്ചു കൊടുക്കുന്ന റോഡിൻ്റെ ഓരം ചേർന്ന് ഒരു സൈഡ് ഗതാഗതം അനുവദിച്ചുകൊണ്ട് മറു സൈഡിൽ കൂടെ പ്രതിഷേധ പ്രകടനം നടത്തുന്ന, പോലീസ് അനുവദിക്കുന്ന സമയത്ത് മാത്രം പ്രതിഷേധ പ്രകടനം നടത്തുന്ന അത്തരം
സാഹചര്യങ്ങളിൽ മാത്രം നടത്തുന്ന ആളുകൾക്കെതിരെ കലാപാഹനത്തിന് കേസെടുത്ത കേരളത്തിലെ പോലീസിന് കൃത്യമായിട്ട് അറിയാം അവരുടെ യജമാനൻ ആരാണെന്ന്. ഇവിടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ടോ? ജില്ലാ സെക്രട്ടറി V ജോയി MLA പ്രതിയാക്കപ്പെട്ടിട്ടുണ്ടോ? ഇവർ രണ്ടും കേരള നിയമസഭയിലെ MLA-മാരാണ്. പണ്ട് നിയമസഭ പട്ടാപ്പകൽ അടിച്ചു പൊളിച്ചിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ വേന്ദ്രന്മാരുടെ പാർട്ടിയാണ്. അതുകൊണ്ട് ഇവരൊക്കെ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ ഞങ്ങൾക്ക് കൗതുകമുണ്ട്. മാത്രമല്ല, ഇവിടെ സെക്രട്ടേറിയറ്റിനെ കുറിച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല. സെക്രട്ടേറിയറ്റ് നിങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമരവേദിയാണ്. കേരളത്തിലെ പ്രതിഷേധിക്കേണ്ട സംഘടനകൾ, പ്രതിപക്ഷ സംഘടനകളായിക്കോട്ടെ, ഭരണപക്ഷ സംഘടനകളായിക്കോട്ടെ, ഒരു പക്ഷവും ഇല്ലാത്ത സംഘടനകളായിക്കോട്ടെ, ആദിവാസികളുടെ നിൽപ്പ് സമരം അടക്കം നടന്നത് സെക്രട്ടേറിയറ്റിന് മുമ്പിലല്ലേ? ഭരണസിരാ കേന്ദ്രത്തിന്റെ മുമ്പിൽ മനുഷ്യർ വന്ന് ഭരണത്തിനെതിരെ സമരം ചെയ്യുന്നതും നടു റോഡ് കെട്ടിയടച്ചുകൊണ്ട് പാർട്ടിയുടെ ഏരിയ സമ്മേളനം നടത്തുന്നതും രണ്ടും രണ്ടാണ്. ഇവരുടെ പാർട്ടിയുടെ ഏരിയ സമ്മേളനം ഏതെങ്കിലും ഒരു ഹോളിൽ 5000 രൂപ വാടകയ്ക്ക് നടത്താമല്ലോ. ഈ പാവപ്പെട്ട മനുഷ്യരെ മണിക്കൂറുകളോളം പൊരുവയിലെത്ത് ബുദ്ധിമുട്ടിലാക്കി ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് വേണമായിരുന്നു നടത്താൻ. ഇവരുടെ ഈ സമ്മേളനം കാണാൻ ആർക്കാ ഇത്ര കൗതുകം? സമ്മേളനം കാണാൻ കൗതുകമുള്ള ആളുകൾ അവിടെ ചെല്ലൂല്ലേ? അല്ലാത്ത നേതാക്കന്മാരെ വീട്ടിൽ പൂട്ടിയിടുന്ന സാഹചര്യമാണ് കായംകുളത്ത് അടക്കം കാണുന്നത്. കേരളത്തിലെമ്പാടും സമ്മേളനം നടക്കുമ്പോൾ വന്ന വാർത്തകൾ നോക്കൂ. ഒരു ശുഭകരമായിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ടോ? CPM-ൽ നിന്ന് എല്ലാം കൂട്ടയടിയും കസേരയടിയും കൂട്ടയോട്ടം പൂട്ടിയിടലും ഒക്കെയാണ്. പരാതി ഉന്നയിച്ചാൽ തൊട്ടടുത്ത ദിവസം BJP-യിൽ പോകുന്ന വാർത്തയൊക്കെയാണ് വരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. ഈ വാർത്ത വന്ന ദിവസം തന്നെ സംസ്ഥാന സെക്രട്ടറി അടക്കം പറഞ്ഞത് മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പെന്ന. പ്രതിപക്ഷത്തിന്റെ വാക്കുകളെ എത്ര പുച്ഛത്തോടെയാണ് കണ്ടത്. പ്രതിപക്ഷ നേതാക്കന്മാർ പങ്കെടുത്ത സമരവേദിയിലേക്ക് ജലപീരങ്കയും കണ്ണീർ വാതക ഷെല്ലും അടിച്ചുകൊണ്ട് ഉദ്ഘാടന പ്രസംഗം പോലും തടസ്സപ്പെടുത്തിയ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. അവരുടെ ഭരണകാലത്താണ് ഇങ്ങനെ പൊതുവഴി കെട്ടിയടച്ചുകൊണ്ട് കോടതിയുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു തോന്നിവാസം കാണിക്കുന്നത്. കോടതി അലക്ഷ്യത്തിന്റെ പേരിൽ ഇവർക്കെതിരെ കേസെടുക്കാൻ മാത്രം പോരാ, മുഖ്യമന്ത്രിക്കെതിരെ ഒരു നാവും ഉയർന്നുകൂടാ. അപ്പോൾ മാത്രം ഉണർന്ന് പ്രവർത്തിക്കേണ്ടവരാണ് ഇപ്പോൾ കേരളത്തിലെ പോലീസ് എന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ M ജയചന്ദ്രൻ, അതാണ് ശ്രീ ചെക്കുട്ടിയും ചൂണ്ടിക്കാട്ടുന്നത്. ഈ പറയുന്ന ആലപ്പുഴയിലെ സംഭവം അങ്ങേക്കറിയുന്നതാണല്ലോ. ആരെയും നടുക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. കേരളത്തിൽ സാമാന്യ ബുദ്ധിയുള്ള ആരുടെയും ഈ പറയുന്ന സ്മരണാപഥത്തിൽ നിന്ന് അത് മാഞ്ഞു പോയിട്ടില്ല. പക്ഷെ പോലീസിന്റെ സ്മരണാപഥത്തിൽ അത് ഒരിക്കൽ പോലും രജിസ്റ്റർ ചെയ്തിട്ട് പോലുമില്ല. അത്തരമൊരു വിചിത്രമായ റിപ്പോർട്ടല്ലേ ആലപ്പുഴ കോടതിയിൽ കൊണ്ടുപോയി കൊടുത്തത്? ഒരു റെഫർ റിപ്പോർട്ട്. ആ കോടതി അതെടുത്ത് ദൂരെ എറിഞ്ഞു അല്ലേ? ഈ പറയുന്ന അടി കിട്ടിയവർ ദൃശ്യങ്ങൾ കൊണ്ടുപോയി കൊടുത്തിരുന്നു പോലീസിന്. അവരത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. എന്നിട്ട് എന്താ പറഞ്ഞത്? അങ്ങനെ ഒരു ദൃശ്യം തന്നെ ഇല്ല, അങ്ങനെ ദൃശ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതിയല്ലേ പറഞ്ഞത്? ആ വിഷയത്തിൽ ഇടപെട്ട് എന്താണ് പോലീസ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ ആലപ്പുഴയിലായാലും ഹൈക്കോടതിയിലായാലും കോടതികൾ ഇടപെട്ടാൽ മാത്രമേ പോലീസ് പ്രവർത്തിക്കുന്നുവെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ വകുപ്പ് കോടതി ഏറ്റെടുക്കട്ടെന്നേ. ആഭ്യന്തര വകുപ്പ് കോടതി കൈകാര്യം ചെയ്യട്ടെ. അങ്ങനെയൊക്കെയുള്ള ഈ വ്യാഖ്യാനങ്ങളിലേക്ക് പോകുന്നത് തികച്ചും രാഷ്ട്രീയമായ വ്യാഖ്യാനമായിട്ട് ഞാൻ കാണും എന്തായാലും. കാരണം ഈ പോലീസിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, കേരളത്തിലെ ക്രൈം റേറ്റിങ്ങിൻ്റെ വ്യാഖ്യാനങ്ങളും സ്റ്റാറ്റിസ്റ്റിക്സും എങ്ങനെയാണ്, ഇതൊക്കെ അറിയണമെങ്കിൽ NCRB-യിലാണല്ലോ സാധാരണഗതിയിൽ നമ്മളൊക്കെ നോക്കുക, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ. അത് ഈ പറയുന്ന പിണറായി വിജയൻ അധികാരത്തിലേറ്റതിന് ശേഷം മാത്രമുള്ള കാലയളവെന്ന് എടുത്തു നോക്കിക്കോളൂ. 2016 മുതൽ ഇതുവരെയുള്ളത്. കോടതി ഇടപെട്ടിട്ട് മാത്രമാണ് പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ക്രൈമിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിണറായി സർക്കാരിന്റെ പോലീസ് പിണറായിക്കെതിരെ ആര് നാവ് ഉയർത്തിയാലും ഒരു ചെറിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലും അപ്പോൾ തന്നെ വീട് കയറി പിടിച്ചുകൊണ്ട് പോകും. അല്ലത് ഞാൻ വരുന്നത് അങ്ങോട്ട് തന്നെയാണെന്നേ. ഇത് നമുക്ക് സൗകര്യമുള്ളതുപോലെ രാഷ്ട്രീയ പ്രസംഗം നടത്താൻ കഴിയുന്ന ഇടമായിട്ട് ഇത്തരം ചർച്ചകൾ മാറുമ്പോൾ ഇനിയിപ്പം ഈ ഇരിക്കുന്ന എനിക്കൊക്കെ കിട്ടുന്ന സമയത്തിന് പരിമിതി ഉണ്ടല്ലോ. ആ പരിമിതിക്ക് അകത്തുനിന്നുള്ള വർത്തമാനം പറയാൻ പറ്റൂ. അതാണല്ലോ അടിസ്ഥാനപരമായ കാര്യം. അപ്പോൾ ഈ പിണറായി പോലീസ് എന്നുള്ള പോലീസ് അങ്ങനത്തെ പോലീസുണ്ടോ? അത് സമരം ചെയ്യുമ്പോൾ UDF-കാർക്ക് കോൺഗ്രസ്സുകാർക്ക് പറയാം പിണറായി പോലീസ്. പക്ഷെ ഒരു ടെലിവിഷൻ ചർച്ചയിൽ ആലപ്പുഴ സംഭവത്തിൽ എങ്ങനെയാണ് ഈ പോലീസിനോട് പിണറായിയുടെ ഈ പറയുന്ന ഗൺമാൻ അടക്കമുള്ളവർ സഹകരിച്ചത്? അങ്ങോട്ടേക്ക് പോയി മൊഴിയെടുത്തത്. തിരുവനന്തപുരം വരെ പോയി യാത്ര ചെയ്ത് ഇദ്ദേഹത്തിന് ഇങ്ങോട്ടേക്ക് എഴുന്നള്ളാൻ കഴിയില്ല, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് പോലീസ് പരിവാരം. ഒരു ഈ പറയുന്ന ഇത്രയും കിരാതമായ നടപടി കൈക്കൊണ്ട, അതും എല്ലാ നിയമവും ലംഘിച്ച്. അത് പിണറായിയുടെ നിയമമാണെന്നേ. അതുകൊണ്ടാണ് ഈ പറയുന്ന ധാർഷ്ട്യം കിട്ടുന്നത് ഈ അംഗരക്ഷകനായ അനിലിന്. നടക്കുമ്പോൾ ഉടനെ ടോർച്ചടിച്ചു കൊടുക്കുക,
ഇരുട്ടില്ലെങ്കിലും ഉടനെ വിളക്ക് കൊളുത്തി കൊടുക്കുക. ഇങ്ങനെയല്ലേ അനിലിന്റെ നടപ്പ് പിണറായിക്കൊപ്പം. അപ്പൊ സ്വയം മുഖ്യമന്ത്രിയുടെ അധികാരങ്ങളെല്ലാം തന്നിലേക്കും സന്നിവേശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അയാൾ മനസ്സിലാക്കുന്നു. അയാളുടെ പ്രവൃത്തികളിലെല്ലാം അത് വരുന്നു. പോലീസ് ഓച്ഛാനിച്ച് നിൽക്കുന്നു അനിലിന്റെ മുന്നിൽ. ഈ ആലപ്പുഴ സംഭവത്തിൽ എന്തെങ്കിലും ന്യായീകരണമുണ്ടോ? പിന്നെ പിണറായി പോലീസ് എന്ന് പറയുന്നവർക്കാണോ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് പറ്റിയിരിക്കുന്നത്? അല്ല, പിണറായി പോലീസ് എന്ന് ബാക്കിയുള്ളവർ പറയുന്നതിൽ ഞാൻ എതിർക്കുന്നില്ലല്ലോ. എനിക്കതിനകത്ത് വിയോജിപ്പും ഇല്ലെന്നേ. അത് ആങ്കറായിട്ടിരിക്കുന്ന വേണു പറയുന്നതിനാണ് എനിക്ക് വിയോജിപ്പെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഈ കേസിൽ പറഞ്ഞ പ്രത്യേക കേസിലാണെന്നുണ്ടെങ്കിൽ ഇത് കോടതിയാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടും നയിച്ചുകൊണ്ടും ഇരിക്കുന്നത്. എങ്ങനെ വേണമെന്നുള്ളത് നിശ്ചയിക്കുന്നതും ബാക്കി അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നതും വാദം കേൾക്കുന്നതും ഒക്കെ കോടതിയല്ലേ. അത് കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു വിഷയത്തിലായതുകൊണ്ട് ആ ഒരു പരിമിതി നമ്മൾ കണ്ടു തന്നെ വർത്തമാനം പറയുന്നതായിരിക്കും. എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനെ കരുതുന്ന ആളാണ്. ആലപ്പുഴ സംഭവത്തിൽ പിന്നെ അയാൾ ശരിയാണോ തെറ്റാണോ എന്ന് ഇവിടെ അല്ലല്ലോ പരിശോധിക്കുന്നത് വേണു. അല്ല, ന്യായീകരിക്കേണ്ട കാര്യമില്ല. കോടതിയുടെ മുമ്പിലുള്ള വിഷയത്തിൽ പരാതിക്കാരായ പിള്ളേർ പോയി ദൃശ്യങ്ങൾ കൊടുത്തപ്പോഴും വേണ്ട എന്നാണ് സ്വീകരിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ തെളിവ് നശിപ്പിക്കുന്നതിന് തുല്യമാണത്. കേസ് ഇല്ലാതാക്കുന്നതിന് തുല്യമാണത്. അംഗരക്ഷകരെ തൊടാൻ പേടിയാണെന്നേ പോലീസിന്. അതിനോട് യോജിക്കുന്ന അംഗരക്ഷകരെ തൊടാൻ പോലീസിന് പേടിയാണെന്നേ. അംഗരക്ഷകരെ തൊടാൻ പോലീസിന് പേടി. ആലപ്പുഴ പോലീസിനോട് ചോദിക്കേണ്ടതാണ്. റിപ്പോർട്ട് എന്ന് പറയുന്ന ആലപ്പുഴ പോലീസ് അല്ലെങ്കിൽ റഫർ റിപ്പോർട്ട് എന്ന് പറയുന്ന നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന അത്രയും ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവുമായ ഒരു പ്രവൃത്തി ചെയ്യുമായിരുന്നില്ല. ശ്രീ NP ചെക്കുട്ടി, ഇവിടെ ആവർത്തിച്ച് ജിൻഡോ ജോൺ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് വളരെ പ്രധാനമാണ്. കൗതുകം എന്നൊരു വാക്ക് ഉപയോഗിച്ചതിലേ ഉള്ളൂ എനിക്ക് ജിൻഡോയോട് വിയോജിപ്പ്. കാരണം കൗതുകമല്ല അത്. നാളെ MV ഗോവിന്ദനെതിരെയും വി ജോയ്ക്കെതിരെയും കേസെടുക്കുമോ ഇല്ലയോ എന്നറിയാനുള്ള കൗതുകമല്ല നമുക്കുള്ളത്, അവകാശമാണ്. അവരെ പ്രതി ചേർക്കേണ്ടത് തന്നെയാണ് എന്നതാണ് ഈ കാര്യത്തിൽ പൊതുസമൂഹത്തിൻ്റെ മനസ്സും. ശ്രീ NP ചെക്കുട്ടി, ഇവിടെ കോടതിയുടെ ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, യോഗത്തിൽ പങ്കെടുത്തതാര്? അപ്പോൾ എന്തായാലും MV ഗോവിന്ദൻ്റെ പേര് കൂടെ പറയേണ്ടി വരും. എന്തെല്ലാം പരിപാടികൾ നടത്തി, എത്ര വാഹനങ്ങൾ കൊണ്ടുവന്നു, ഗതാഗതവും കാൽനടയാത്രയും തടസ്സപ്പെടുത്തുന്ന സമ്മേളനങ്ങൾ പാതയോരങ്ങളിൽ നടത്താനാവില്ല. 2021 ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെ തുടർന്ന് സർക്കാർ പുറപ്പെടുവിച്ച മാർഗരേഖ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണോ? പൊതുവഴി തടസ്സപ്പെടുത്തി പരിപാടികൾ നടത്തരുതെന്ന് ഒട്ടേറെ മുന്നുത്തരവുകളുണ്ട്. ഇതതുകൊണ്ട് തന്നെ കോടതി ലക്ഷ്യ കേസാണ്. സ്വമേധയാ കേസെടുക്കുന്ന കാര്യം ആലോചിക്കുന്നു. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് കോടതി പറഞ്ഞിരിക്കുന്നതെന്ന് മാത്രമല്ല, നടപ്പാത അടച്ചുകെട്ടുന്നത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം തടയലാണ്. എറണാകുളം കോർപ്പറേഷൻ ഓഫീസിൻ്റെ ഇരുവശങ്ങളിലും നടപ്പാതയിൽ കസേര നിരത്തിയിട്ടിരിക്കുന്നത് കാണുകയുണ്ടായി എന്നൊക്കെ പറയുകയുണ്ടായി. ദൃശ്യങ്ങൾ കണ്ടു. പിന്നെ അങ്ങയുടെ അറിവിലേക്കായി ഇപ്പോൾ ഇവർ വലിയ ശക്തമായി ഈ പറയുന്ന വയനാടുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു സംസ്ഥാന വ്യാപകമായുള്ള LDFൻ്റെ പ്രതിഷേധ ദിനാചരണമുണ്ട്. അന്ന് കണ്ണൂരിൽ ഒരു KSRTC ബസ് കുടുങ്ങിപ്പോകുന്നത് ഇവർ റോഡിൽ കെട്ടിയിരിക്കുന്ന ഒരു സമരപ്പന്തലിലേക്കാണ്. പിറ്റേ ദിവസമാണ് സമരം നടക്കേണ്ടത്. അപ്പോൾ എല്ലായിടവും ഇത് തന്നെയാണ് ചെയ്യുന്നത്. വഞ്ചിയൂർ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. അപ്പോൾ കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ, ആരൊക്കെ പങ്കെടുത്തു, എന്തെല്ലാം പരിപാടി നടത്തി, ഇതൊക്കെ SHO വന്ന് കോടതിയോട് നാളെ പറയുക, സർക്കാരിൻ്റെ ഭാഗം AG പറയുക, എന്നിട്ട് അവസാനം എന്തെങ്കിലും നടക്കുമോ? അല്ല, കുറച്ച് ഗൗരവത്തിലാണ് കേസ് കോടതി എടുക്കുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, നിയമവാഴ്ച ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ കോടതിക്കുണ്ട്. രാജ്യത്തിലെ നിയമ സംവിധാനത്തിനകത്ത് ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നാൽ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി കോടതിക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കോടതി അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇത്ര ശക്തമായിട്ടുള്ള നിലയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ കാര്യത്തിൽ കോടതി നേരത്തെ തന്നെ ചില റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. പൊതു റോഡുകളുടെ ഉപയോഗം, അതിനകത്ത് ഇത്തരം സ്ഥലങ്ങൾ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കണ്ടീഷൻസ് നേരെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ വളരെ പരസ്യമായിട്ട് ചാലഞ്ച് ചെയ്യുമ്പോൾ ഒരു കോടതിക്ക് അത് കണ്ണിലെന്ന് അടിക്കാൻ കഴിയില്ല. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നോക്കിയാൽ എനിക്ക് തോന്നുന്നത് കോടതി വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തിൽ പോകുന്നതാണ്. മാത്രമല്ല, വേറെ ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, പോലീസിൻ്റെ ഈ ഏകപക്ഷീയമായ സമീപനത്തിനെതിരായിട്ട് പലപ്പോഴും കോടതികൾ ശക്തമായ പൊസിഷൻ എടുക്കുന്നുണ്ട്. ഇവിടെ ഈ കോഴിക്കോട്ട് ഈ പിണറായി വിജയൻ വന്ന ഉടനടി തന്നെയായിരുന്നു ഈ അലൻ താഹ 2 പിള്ളേരുടെ പോലീസ് പിടിച്ചുകൊണ്ടുപോയത്. അവർക്കെതിരായിട്ട് UAP ആണ് ചാർജ് ചെയ്തത്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഈ UAPയുടെ ആദ്യത്തെ ദുരുപയോഗം അതായിരുന്നു. 2019 ഈ പുതിയ തരത്തിലുള്ള UAP വന്നത്. ആദ്യമായിട്ട് ആ കേസ് ആ തരത്തിലുള്ള UAP ഒരു തരത്തിലുള്ള നീതി കിട്ടാത്ത UAP ഇവരുടെ മേലെ ഇമ്പോസ് ചെയ്തത് കേരളത്തിൽ.
അപ്പോൾ ആ കേസിൽ കോടതി വളരെ ശക്തമായ പൊസിഷൻ എടുത്തത്. അവർക്ക് ജാമ്യം കൊടുത്തുകൊണ്ട് പിന്നെ കൊച്ചിയിലെ കോടതി വളരെ സ്ട്രിക്റ്റ് ആയിട്ട്, അത് വളരെ 10-65 പേജിലൊരു വിധിയാണ്, വളരെ കർശനമായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള പിന്നെ കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കോടതി ഇത്തരം കാര്യങ്ങളിൽ കുറേയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടൊരു പൊസിഷനിലേക്ക് പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത്തരം അനുഭവങ്ങൾ പിണറായിക്കുണ്ടല്ലോ. പിണറായി ആ വിഷയത്തെ പറ്റി പറഞ്ഞ വിവാദ പരാമർശം അങ്ങേക്കറിയുന്നതാണ്, നിയമസഭയിലടക്കം ചായ കുടിക്കാൻ പോയതല്ല എന്ന്. കൂടാതെ വലിയൊരു ബഹുജന സമ്മർദ്ദം, ആ കുടുംബത്തിൻ്റെ വൈകാരികമായിട്ടുള്ള പ്രതികരണം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അങ്ങീ പറഞ്ഞതുപോലെ ഇതിനെ കുറെ കൂടെ കാടൻ നിയമമാക്കിയ അമിത്ഷായ്ക്ക് ഗതികെട്ട് കത്തെഴുതുകയുണ്ടായി ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അത് നടക്കാതെ പോവുകയും ചെയ്തു. അപ്പോൾ ഇത്തരം ദുരനുഭവങ്ങളൊക്കെ ഉണ്ട്. അല്ല, പിണറായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പോലീസിൻ്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്ക് വളരെ ശക്തനായിട്ട് അധികാരിയായിരുന്നു അദ്ദേഹം. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഇപ്പോൾ കാര്യങ്ങളുടെ മേലൊരു നിയന്ത്രണമില്ല. കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു പക്ഷേ ശശിയായിരിക്കും, അല്ലെങ്കിൽ വേറെ ആളുകളായിരിക്കും. എന്തായാലും ശരി, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ പ്രതിസന്ധിയിൽ അദ്ദേഹത്തിൻ്റെ പബ്ലിക് ഇമേജ് അത് വളരെ പ്രധാനമാണ്. മുഖ്യമന്ത്രിയാണോ ഈ നാട് ഭരിക്കുന്നത്, അല്ല അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ആളുകളാണോ, അല്ലെങ്കിൽ വേറെ വല്ല ആളുകളാണോ, വെട്ടിപ്പിടുത്തക്കാരാണോ, ഈ ചോദ്യം ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പക്ഷേ അല്ല, ഇതിനൊരു നാഥനില്ല എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ പോലീസിന്റെ പ്രവൃത്തികളിൽ പിണറായിയുടെ നിയന്ത്രണം ഉണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്ത് പിണറായി ഉൾപ്പെടുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങളെ ഈ പോലീസ് സംരക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ ഉണ്ട്. ഇപ്പോൾ അങ്ങ് കോഴിക്കോടിൻ്റെ കാര്യം പറയുമ്പോൾ അലൻ താഹയല്ല, ഏറ്റവും ഒടുവിലത്തൊരു അനുഭവം എടുക്കാം. ഈ ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ്. ഒരു പോലീസുകാരൻ തൻ്റെ മേലുദ്യോഗസ്ഥനോട് കയർത്ത് സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ അച്ചടക്ക നടപടി ആ പോലീസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു ആ കയർത്ത് സംസാരിച്ചത്? നമ്മളിവിടെ കൈയും കെട്ടി നിൽക്കണോ, നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ്. അപ്പൊ കർത്തവ്യബോധം എന്തായെന്ന് മേലധികാരിയെ ചൂണ്ടിക്കാണിക്കേണ്ട സാഹചര്യം, ഒരു കീഴുദ്യോഗസ്ഥൻ അത് ചെയ്യേണ്ട നിർബന്ധിതാവസ്ഥ, അതിന്റെ പേരിൽ അയാൾക്ക് നടപടി നേരിടേണ്ടി വരുന്ന അവസ്ഥ, ഇതൊക്കെ നാം കാണുകയാണ്, പൊതുസമൂഹവും കാണുകയാണ്. അല്ല, നിയമവാഴ്ച തകർന്നു എന്നുള്ളതിൻ്റെ തെളിവല്ലേ അത്? ഉദ്യോഗസ്ഥനോ മേലുദ്യോഗസ്ഥനോട് പറയേണ്ടത്, സാറേ ഇങ്ങനെയല്ല നാട് ഭരിക്കേണ്ടത്, ഇങ്ങനെയല്ല നമ്മൾ ഇരിക്കേണ്ടത് എന്ന് ഉദ്യോഗസ്ഥർ അയാൾ ലീവ് എടുത്ത് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ അയാൾക്കൊരു ആത്മാഭിമാനമുണ്ട്, അയാൾക്ക് പ്രൊഫഷണലായിട്ടൊരു ഇൻറ്റഗ്രിറ്റി ഉണ്ട്, അയാൾക്ക് തൊഴിലിനെക്കുറിച്ച് അഭിമാനബോധമുണ്ട്, അയാൾക്കൊരു ട്രെയിനിങ് ഉണ്ട്. അതേസമയം വയനാട്ടിലോ അടിച്ച് കൈയൊടിക്കാൻ ഒരു തടസ്സവുമില്ല യൂത്ത് കോൺഗ്രസ്സുകാരെ, അല്ലേ? അല്ല, ഇത് കേരളം മുഴുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം കഴിഞ്ഞ ഞാൻ പറഞ്ഞ വളരെ കൃത്യമായിട്ട് ഏറ്റവും ഓപ്പണായിട്ട് ഏറ്റവും ബ്ലേറ്റൻ്റ് ആയിട്ട് ഇത് കാണിച്ചത് മുഖ്യമന്ത്രിയുടെ കൺമുമ്പിൽ വിട്ടിട്ട് ഈ അതിക്രമങ്ങൾ. മുഖ്യമന്ത്രി പറഞ്ഞത് അവരെ ജീവൻ രക്ഷാ പരിപാടിയാണ്, ആളുകൾ ജീവൻ രക്ഷിച്ച് അവരുടെ തല തട്ടി പൊട്ടി ഓടിച്ചുകൊണ്ടാണോ? അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു തരം മാന്യതയുടെ ലക്ഷണം പോലും ഇല്ലാത്ത രൂപത്തിലാണ് ഈ സർക്കാർ പെരുമാറുന്നതാണ് പ്രശ്നം. ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കന്മാരായാലും അതേത് തട്ടിലുള്ള നേതാക്കന്മാരായാലും അവരൊക്കെ അഹന്ത കാണിക്കുക, ധാർഷ്ട്യം കാണിക്കുകയൊക്കെ ചെയ്താൽ ജനങ്ങൾക്ക് ജനാധിപത്യ അവകാശത്തിലൂടെ അവരെ തിരുത്താൻ കഴിയും, തള്ളിപ്പറയാൻ കഴിയും. ഇപ്പോൾ ഇന്നത്തെ തദ്ദേശ വിധി പോലും അതിൻ്റെ ഒരു ചുവരെഴുത്ത് തന്നെയാണ്. അത്തരം സാധ്യതകളുണ്ട്. പക്ഷെ പോലീസ് അത് ആപൽക്കരമായ രൂപത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അവരെ തിരുത്താൻ പൊതുസമൂഹത്തിന് കഴിയില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഭരണമാറ്റം വന്നിട്ട് പിന്നെ പോലീസിൻ്റെ നയം മാറട്ടെ, ആ പുതിയ കക്ഷികൾ വന്നിട്ട് അങ്ങനെയൊക്കെയുള്ള നീണ്ട കാത്തിരിപ്പുകളല്ല. ഉടൻ തന്നെ പ്രതികരിച്ച് ഇപ്പോൾ തന്നെ CPM ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന പോലത്തെ ഒരു ഫലം വന്നില്ലേ? അതുപോലെ പോലീസിന്റെ പ്രവർത്തികളെ നിയന്ത്രിക്കാൻ ജനാധിപത്യ സമൂഹത്തിന് കഴിയില്ല. അങ്ങനെ ബീഭത്സമായൊരു രൂപത്തിലേക്ക് പോലീസ് മാറുന്ന ദൈനംദിന അനുഭവം സിവിൽ സമൂഹത്തിന് വരുന്നത് എങ്ങനെ തിരുത്തപ്പെടും? രണ്ടാമത്തെ കാര്യം, ഇവിടെ ശ്രീ M. ജയചന്ദ്രൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ഇടപെട്ട വിഷയമാണ്. ഇനി നമുക്ക് അതിലേക്ക് വരാം. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയുണ്ട്, ഹൈക്കോടതിയുടെ വിധിയുണ്ട്, പ്രതിഷേധങ്ങൾ പൊതുജനങ്ങളെ ബാധിക്കുന്ന രൂപത്തിലാകരുത് എന്ന്. പക്ഷേ ആ വിധികളുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ഡൽഹി സർക്കാർ, എന്ന് വെച്ചാൽ ഡൽഹിയിലെ ആപ്പ് സർക്കാരല്ല, അവിടുത്തെ ഈ പറയുന്ന ലെഫ്റ്റനന്റ് ഉത്തരവാദിത്തമുള്ള ഭരണാധികാരി, അയാൾ എന്താണ് ചെയ്യുന്നത്? പോലീസിനെ ഉപയോഗിച്ച് എല്ലാ പ്രതിഷേധ പ്രകടനങ്ങൾക്കും അവസരം നിഷേധിക്കുക, അനുമതി നിഷേധിക്കുക, അല്ലേ? പിന്നെ ജന്തർ മന്ദറിൽ എന്ത് വേണമെങ്കിലും നടന്നോട്ടെ എന്ന സമീപനം കേന്ദ്രം എടുക്കുക. പിന്നെ ശംഭു അതിർത്തിയിൽ കോൺക്രീറ്റ് പാളികൾ വെച്ചുകൊണ്ട് ഈ പറയുന്ന ഇവരുടെ മൂക്കിന്റെ തുമ്പത്തേക്ക് കർഷകർ വരാതെ അവരെ അമർച്ച ചെയ്യുക, അവരുടെ നേർക്ക് ടിയർ ഗ്യാസ്, ഒരുപക്ഷെ വെടിയുണ്ട പോലും പായിക്കുക. ഇതും ഈ ഉത്തരവുകളുടെ പിൻബലത്തിലാണ് നടക്കുന്നത്. കേരളം അങ്ങോട്ടേക്ക് പോയിട്ടില്ല. കേരളത്തിൽ മറ്റൊരു രൂപത്തിലുള്ള ജനാധിപത്യ ധ്വംസനമാണ് നടക്കുന്നത്. പക്ഷേ കോടതികൾ കർക്കശമായി ഇടപെട്ടാൽ ഇത്തരം രൂപത്തിലേക്ക് ഈ പറയുന്ന ഈ പ്രതിഷേധത്തിനുള്ള അവകാശവും പിന്നെ പരിമിതപ്പെടും എന്ന ആശങ്ക അങ്ങേക്കുണ്ടോ? രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടി. ഇതിനൊരു നല്ലൊരു ബാലൻസിങ് വേണം. അതായത് പൗരാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രതിഷേധിക്കാനുള്ള അവകാശം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു റൈറ്റ് ആണ്. അത് ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 19 ഫണ്ടമെന്റൽ ഫ്രീഡംസ്, മൗലിക അവകാശങ്ങളുടെ ഉള്ളിൽ മൗലികമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ,
6 സ്വാതന്ത്ര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് റൈറ്റ് ടു ഫ്രീ സ്പീച്ച് പോലെ തന്നെ റൈറ്റ് ടു പ്രൊട്ടസ്റ്റ്, അസംബിൾ ചെയ്യാനുള്ള പീസ്ഫുൾ ആയിട്ട് അസംബിൾ ചെയ്യാനുള്ള അവകാശം. അതിനോടൊപ്പം ചേർത്ത് വായിക്കുന്നത് ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഈ അവകാശങ്ങളെല്ലാം ബാലൻസ് ചെയ്ത് എല്ലാ പൗരന്മാർക്കും അതിനുള്ള അവകാശമുണ്ട്. കുറച്ച് പേർക്ക് ഒരു പ്രതിഷേധമുള്ള കാര്യത്തിൽ വഴി അടച്ച്, ഡൽഹി പോലൊരു രാജ്യത്തിന്റെ തലസ്ഥാനം, കേരളത്തെക്കാൾ എത്രയോ കൂടുതൽ ആളുകൾ പിന്നെ ഗതാഗതമൊക്കെ ഉള്ള സ്ഥലത്ത് വഴികൾ അടച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ഥിതി വളരെ ദാരുണമായിരിക്കും. അതേപോലെ ഹോസ്പിറ്റലിൽ പോകേണ്ടവർ, സ്കൂളിൽ പോകേണ്ട കുട്ടികൾ, ഇതെല്ലാം ഉണ്ട്. അപ്പൊ അതിൽ ഒരു സ്ഥലം ഇയർമാർക്ക് ചെയ്ത് കൊടുക്കുക, ജന്തർ മന്ദറിലെ പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്ഥലം ഇയർമാർക്ക് ചെയ്ത്, അതെല്ലാം സുപ്രീം കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാണ്. നേരത്തെ ഇവിടെ ഇടതുപക്ഷ പ്രതിനിധി കുറച്ച് പുച്ഛത്തോടു കൂടി ഇപ്പൊ കോടതിയല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, കോടതി ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. കോടതി ഇത് ചെയ്യാൻ നിർബന്ധിതമായിരിക്കുകയാണ്. നിങ്ങൾ ഭരണത്തിലിരിക്കുന്നവരാണ് ഇത് ചെയ്യേണ്ടത്. ഭരണത്തിലിരിക്കുന്നവര് ഭരണം നന്നായിട്ട് നടത്തിക്കൊണ്ടു പോവുകയാണെങ്കിൽ കോടതികൾക്ക് ഇടപെടേണ്ട കാര്യമേ വരുന്നില്ല. ഭരണത്തിലിരിക്കുന്നവർ തന്നെ മൗലികാവകാശങ്ങള്, മൗലിക സ്വാതന്ത്ര്യങ്ങളെ കടന്നു കയറ്റിക്കൊണ്ട് അതിന് മുകളിൽ കടന്നുകയറ്റം നടത്തുമ്പോഴാണ് കോടതിയിൽ പോകാൻ ഒരു പൗരന്, സാധാരണക്കാരനായ ഒരു പൗരന് കോടതിയിലേക്ക് പോകുന്നത് വളരെ രസകരമായ കാര്യമൊന്നുമല്ല. വളരെ ബുദ്ധിമുട്ടി അവിടെ പോകേണ്ടി വരുന്നു. വേറൊരു വഴിയും ഇല്ലാതെ വരുമ്പോഴാണ് കോടതിയിലേക്ക് പോകുന്നത്. അല്ലാതെ കോടതികളെ ഒരു ആക്ടിവിസം കാണിക്കാൻ വേണ്ടി ഇരിക്കുന്നതല്ല. കോടതിയെ കൊണ്ട് ഇത് പറയിക്കാൻ നിർബന്ധിതമാകുന്ന അവസ്ഥയിലേക്ക് നിങ്ങളുടെ ഭരണം അധപ്പതിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ രണ്ടാമത്തെ ഫ്ലക്സ് ബോർഡിന്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് അവസാനത്തെ അഭയമായിട്ട് കോടതി, ഏറ്റവും അവസാനം പോകേണ്ട ഒരു സ്ഥലമാണ് കോടതി. ഭരണത്തിലിരിക്കുന്നവരാണ് ഇത് ചെയ്യേണ്ടത്, പൗരാവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത്. അവിടെ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. നേരത്തെ താങ്കൾ ചോദിച്ചത് ആ ബാലൻസിങ്ങിന്റെ കാര്യം ചോദിച്ചു, പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അവകാശം ഡൽഹിയിൽ അത് ധ്വംസിക്കപ്പെടുന്നില്ല എന്ന് ചോദിച്ചത്. അമേരിക്കയിലാണ് ഈ ഫണ്ടമെന്റൽ ഫ്രീഡംസിന് ഒരു റെസ്ട്രിക്ഷൻ, ഭരണഘടനാപരമായിട്ട് ഒരു ഫ്രീ സ്പീച്ച് ആണെങ്കിലും അസംബിൾ ചെയ്യാനുള്ള അവകാശമാണെങ്കിലും ഒക്കെ അതിനൊരു റീസണബിൾ റെസ്ട്രിക്ഷൻ ഭരണഘടനയിൽ ഇല്ല. പക്ഷെ എന്നിട്ട് കൂടി അവിടുത്തെ സുപ്രീം കോടതിയാണ് ഓരോ കേസുകൾ വരുമ്പോൾ ഈ ഫ്രീഡത്തിന്റെ അർത്ഥം അതിന് വ്യാഖ്യാനിക്കുമ്പോൾ എന്തും ചെയ്യാനുള്ള ഒരു അവകാശമല്ല. ഉദാഹരണത്തിന് എനിക്ക് കൈ പൊക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൂക്കുവരെ അതിനപ്പുറത്തേക്ക് അത് എടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഒരു തിയേറ്ററിൽ ഇരുന്നിട്ട് ഒരാൾക്ക് എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ഫയർ എന്ന് വിളിച്ചു കൂയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ ഒരു ആൾക്കൂട്ടം ബഹളം ഉണ്ടാകും, എല്ലാവരും കൂടി എടുത്ത് തിയേറ്ററിനകത്ത് വലിയൊരു പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു ഫ്രീ സ്പീച്ച് ഇല്ല അവിടെ. അതേപോലെ തന്നെ അസംബിൾ ചെയ്യുമ്പോൾ ആളുകള് ഫ്രീ ആയിട്ട് അസംബിൾ ചെയ്യുന്ന പറയുമ്പോൾ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ട് അമേരിക്കയിലും പറയുന്നത്, ആ അസംബിൾ ചെയ്യുന്നത് ബാക്കിയുള്ളവരുടെ അവകാശത്തെ ധ്വനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടാകരുത്, അതിന് റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്താമെന്ന് കോടതി വിധികളുണ്ട്. അതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് അവിടുത്തെ കോടതി വിധികൾ ഇങ്ങനെ വരുന്നത്. അതും കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയിൽ 1ാമത്തെ അമെന്റ്മെന്റ് വരുത്തിയപ്പോൾ ഭരണഘടനയിൽ ഇത് എഴുതി ചേർത്തു, റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ആകാം. അപ്പൊ ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താണ്, ഈ അസംബിൾ ചെയ്യാനുള്ള അവകാശം കൊടുക്കുമ്പോഴും ഫ്രീ സ്പീച്ച് കൊടുക്കുമ്പോഴും ഒക്കെ അതിനൊരു റീസണബിൾ റെസ്ട്രിക്ഷൻ വെക്കണം. പക്ഷെ ഇപ്പൊ ദൗർഭാഗ്യവശ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്, ഇത് പൊതുജനങ്ങളുടെ ഒരു പ്രൊട്ടസ്റ്റ് അല്ല. നേരത്തെ ഇവിടെ ബാക്കിയുള്ളവർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഓപ്പോസിഷനോ അല്ലെങ്കിൽ സാധാരണക്കാരോ പ്രൊട്ടസ്റ്റ് ചെയ്യുവാണെങ്കിൽ അവരെ അടിച്ചമർത്തിക്കൊണ്ട് ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറയുന്നുണ്ടല്ലോ, ഒന്നുകിലും നിയമം എല്ലാവർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യുക, എല്ലാവർക്കും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ അധികാര ദുർവിനിയോഗത്തെ പറ്റി ഒരു പൊതുജന റാലി നടത്തുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ചുകൊണ്ട് ഇതുപോലെ പ്രൊട്ടക്ട് ചെയ്യണം. അതല്ല മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം അടിച്ചമർത്തുകയും ഭരണത്തിലിരിക്കുന്നവർ അതിനനുകൂലമായിട്ട് എന്തെങ്കിലും ഒരു പ്രതിഷേധം നടത്തുകയാണെങ്കിൽ അതിന് കോടതി വിധികളൊക്കെ ലംഘിച്ചുകൊണ്ട് കോടതി എന്താണെന്ന് അല്ലെങ്കിൽ ചെയ്യട്ടെ, ഞങ്ങൾക്ക് ഇത് അറിയാം പക്ഷെ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നടപ്പാക്കുകയും ചെയ്യുന്നത് ജനങ്ങളുടെ മുകളിൽ അവരുടെ ഒരു അധികാര ദുർവിനിയോഗം കാണിക്കുകയാണ്. പോലീസിന്റെ കാര്യം പറഞ്ഞത്, പോലീസ് റെസ്പോൺസിബിൾ ആണ്. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ആണ് നമ്മൾ ജനങ്ങളോട് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അവര് ആൻസറബിൾ ആണ് ജനങ്ങളോട്. ആ ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന ആ ബോഡിയോട് എക്സിക്യൂട്ടീവ്, അതിന്റെ ഭരണത്തിലിരിക്കുന്നവര് അതിന്റെ ഭാഗമാണ് ഈ ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ബ്യൂറോക്രസി തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല, പക്ഷെ പോലീസിന് ബാധ്യതയുണ്ട്. പോലീസ് ആൻസറബിൾ ആണ്. ആ നിയമസഭയില് പോലീസ് ആൻസറബിൾ ആണ്, കോടതിയില് പോലീസ് ആൻസറബിൾ ആണ്, പിന്നെ പല സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഉണ്ട്, അവിടെയൊക്കെ പോലീസ് ആൻസറബിൾ ആണ്. പിന്നെ അവരുടെ ഉയർന്ന ഉദ്യോഗസ്ഥരോടും. അപ്പൊ ഇൻഡയറക്ട്ലി റെസ്പോൺസിബിൾ ആണ് പോലീസ് ഫോഴ്സ്. പിന്നെ കൂടുതലായിട്ട് വരണമെങ്കിൽ പോലീസിന് ഒരു ബോധ്യം വേണം. ഇനി പിണറായി പോലീസ് എന്ന് വിളിക്കരുതെന്ന് ആരോ പറഞ്ഞു. പിണറായി ഗവൺമെന്റ് എന്ന് പറയാമെങ്കിൽ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കീഴിലാണ് ഈ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ പോലീസ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കീഴിലുള്ള, ആ ഗവൺമെന്റിന്റെ കീഴിലുള്ള പോലീസാണ്. ആ പോലീസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയണം. രണ്ടാമത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ചില റിഫോംസ് ഉണ്ട്. പോലീസ് നിയമങ്ങൾക്ക് മാറ്റം വരുത്തുകയും അവരെ സുതാര്യമായിട്ട് പ്രവർത്തിക്കാൻ, നിയമം അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമാകണം. അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരിക്കലും പാർട്ടി പറയുന്നതനുസരിച്ചാകരുത്. അല്ലെങ്കിൽ
നിയമപരമായിട്ടുള്ള പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പോലീസ് മേധാവികൾക്കും അവിടെ ഇരിക്കുന്ന ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ എക്സിക്യൂട്ടീവ് പവർ ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥർക്കും അവരുടെ തങ്ങളുടെ അധികാരം ന്യായമായ രീതിയിൽ ഉപയോഗിക്കാനുള്ള അതിനുള്ള ബോധ്യവും അതിനുള്ള അവകാശവും അതിനുള്ള അധികാരം ശരിയായ രീതിയിൽ വിനിയോഗിക്കാനുള്ള ധൈര്യവും വേണം. അല്ലാതെ പൊളിറ്റിക്കൽ പാർട്ടി പവറിലിരിക്കുന്ന പാർട്ടിയുടെ ഏതെങ്കിലും ഡയറക്ഷൻസ് വരുമ്പോൾ മുട്ടുപറയ്ക്കുന്നവരാകരുത് പോലീസ്. ശരി, ഇപ്പോൾ ഹൈക്കോടതി തന്നെ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഒരു കേസ് ക്രൈംബ്രാഞ്ചിന് കൊടുക്കുമ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്, സജി ചെറിയാനുമായി ബന്ധപ്പെട്ട കേസിൽ കോടതി പറഞ്ഞിരിക്കുന്നത് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ വേണം അന്വേഷണ ഉദ്യോഗസ്ഥനായി വെക്കേണ്ടതെന്ന്. അങ്ങനെ പറയേണ്ട അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ ശ്രീ എം ജയചന്ദ്രൻ. മാത്രമല്ല, ഇവിടെ ജിൻഡോ ജോൺ ആവർത്തിച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നാളെ ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകുമ്പോൾ എം വി ഗോവിന്ദൻ ഇതിൽ പ്രതിയാകേണ്ടതല്ലേ? വി ജോയി ഇതിൽ പ്രതിയാകേണ്ടതല്ലേ? വേണു, അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. പിന്നെ ഇപ്പോൾ ഇവിടെ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞല്ലോ, ഞാൻ കോടതിയെ പരിഹസിച്ച് വർത്തമാനം പറഞ്ഞു എന്ന്. അത് അദ്ദേഹത്തിൻ്റെ വീക്ഷണം മാത്രമാണ്. അല്ലെങ്കിൽ എന്താണ് പരിഹസിച്ച് പറഞ്ഞതെന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കാൻ ബാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കോടതിയെ വിമർശിക്കണമെങ്കിലോ പ്രശാന്ത് പത്മനാഭനെ വിമർശിക്കണമെങ്കിലോ നേരിട്ട് സ്ട്രെയിറ്റായിട്ട് പറയുന്ന ശീലമേ എനിക്കുള്ളൂ. അദ്ദേഹം ഒരു പ്രൊഫഷനിൽ നിൽക്കുന്നു, അതേപോലെ തന്നെ മറ്റൊരു പ്രൊഫഷണലിൽ ജോലിയെടുക്കുന്ന ആളാണ് ഞാനും. അപ്പോൾ കോടതിയെ എങ്ങനെ വിമർശിക്കണം എന്നറിയാത്ത ആളൊന്നുമല്ല ഞാൻ. പിന്നെ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പരിഹസിച്ചെന്ന് പറയാൻ താങ്കൾക്ക് എന്താണ് മടി? ഞാൻ കോടതിയെ പരിഹസിച്ചല്ല പറഞ്ഞത്. ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റിന് പറയുന്നതിനേക്കാളും ഉപരിയായിട്ട് കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു. എങ്ങനെ ഇടപെട്ടിരിക്കുന്നു? സുമോട്ടോയായിട്ടല്ല ഇടപെട്ടത്. ഒരു പരാതി കിട്ടി അതിൻ്റെ സ്ഥാനത്തിലാണ് കോടതി ഇടപെട്ടിരിക്കുന്നത്. അത് പിന്നെ അതിൻ്റെ തുടർ കാര്യങ്ങളാണല്ലോ നാളെ വരുന്നത്. അതാണല്ലോ വേണു ഇപ്പോൾ ചോദിച്ചത്. എന്താണെന്നുള്ളതാണല്ലോ ചോദിച്ചത്. പിന്നെ വേണു ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഈ സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം എന്നൊരു വാക്ക് ഹൈക്കോടതിയുടെ ഉത്തരവിൽ താങ്കൾക്ക് കാണാൻ കഴിയില്ല. നോക്കിക്കോളൂ. പിന്നെ എനിക്കൊരു സംശയമില്ല അങ്ങനൊരു വാക്ക് കോടതി പ്രയോഗിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ. ശരി, ഒറ്റ സെക്കൻഡ്. ഞാൻ മാധ്യമ വാർത്തകളെ വായിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് അത് തിരുത്താൻ എനിക്ക് യാതൊരു മടിയുമില്ല. ജിൻഡോ അങ്ങ് കൈ ഉയർത്തുകയുണ്ടായി. ജിൻഡോ ഇതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടോ? അല്ല, ഞാൻ അങ്ങേ തള്ളുന്നില്ല ശ്രീ എം ജയചന്ദ്രൻ. ജിൻഡോ. അദ്ദേഹം ഈ ജയചന്ദ്രൻ സാർ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഈ സജി ചെറിയാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതിയുടെ ഡയറക്ഷൻ എന്താണ്? ഇന്റഗ്രിറ്റി ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് കേസ് അന്വേഷിക്കണം എന്ന് തന്നെയാണ്. അല്ലെ, ഇന്റഗ്രിറ്റിയുടെ അർത്ഥം എന്താണ് ജയചന്ദ്രൻ സാറേ? അതിന്റെ അർത്ഥം എന്താണ്? കേരളത്തിലെ ഒരു മന്ത്രി ഭരണഘടനയെ അധിക്ഷേപിച്ച കേസിൽ കോടതി പറയുന്നത് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഈ ഇന്റഗ്രിറ്റിയിൽ സത്യസന്ധത വരില്ലേ? സത്യസന്ധത ഇന്റഗ്രിറ്റി മൈനസ് സത്യസന്ധത ഇന്റഗ്രിറ്റി അർത്ഥം ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇന്റഗ്രിറ്റിയുടെ അർത്ഥം സത്യസന്ധത എന്നതല്ല. പക്ഷെ ഇന്റഗ്രിറ്റി അനുപേക്ഷണീയമായ ഘടകം സത്യസന്ധതയും കൂടിയാണോ? അതല്ല, സത്യസന്ധത ഒഴിച്ചു വെച്ചിട്ടാണോ ഈ ഇന്റഗ്രിറ്റി അങ്ങ് ഡിഫൈൻ ചെയ്യുക? പല ഘടകങ്ങളും ഉണ്ട്, സത്യസന്ധത മാത്രമല്ല. അതുണ്ടല്ലോ. അല്ല, അത് മാത്രമല്ല അല്ല, അതുകൂടി ഉണ്ടല്ലോ. അല്ല, ഞാൻ ഒരു തർക്കമല്ലല്ലോ പ്രശ്നം. ഞാൻ പറഞ്ഞത് സത്യസന്ധത എന്നൊരു വാക്കല്ല കോടതി പ്രയോഗിച്ചത് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ താങ്കൾ ഇന്റഗ്രിറ്റി എന്ന് തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്ന പദം, ഒരു സംശയവുമില്ല. പക്ഷെ അതിന് സത്യസന്ധത എന്ന് മാത്രമല്ല, അതിൻ്റെ അകത്ത് ഇൻക്ലൂസീവ് ആണെന്നുള്ള കാര്യം തർക്കവുമില്ല. അതാണ് വേണം ഞാൻ പറഞ്ഞത്. ഉദ്ദേശം അത് തന്നെയാണ്. ശരി, പക്ഷേ ഇന്റഗ്രിറ്റി ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ വേണം ഇത് പരിശോധിക്കാൻ. ജിൻഡോ വേഗം സമയം കഴിയുകയാണ്. ജിൻഡോ വേഗം. എനിക്ക് അല്ല, ഞാൻ ഇപ്പോൾ തന്നെ ഡിക്ഷണറി എടുത്ത് പരിശോധിച്ചു. അതിൽ 10 മീനിങ് കാണുന്നുണ്ട്, മലയാളം അർത്ഥം. അതിൽ ഒരെണ്ണം സത്യസന്ധതയാണ്, സത്യനിഷ്ഠയാണ്, ധർമ്മനീതിയാണ്, ആർജവമാണ്. ഇന്റഗ്രിറ്റിക്ക് സത്യസന്ധത എന്നുകൂടി അർത്ഥമുണ്ട് സാർ. അതിന്റെ അർത്ഥം സജി ചെറിയാന് അനുകൂലമായിട്ട് ആ റിപ്പോർട്ട് എഴുതി കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ ആർജവമില്ലാത്ത, സത്യസന്ധത ഇല്ലാത്ത ഉദ്യോഗസ്ഥനാണ് എന്നാണ് കോടതി വിവക്ഷിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് ചെറുപ്പക്കാരെ തലയടിച്ചു പൊട്ടിക്കുന്നത് കണ്ടില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുന്ന പോലീസും പിണറായിയുടെ പോലീസ് മാത്രമല്ല, സംഘപരിവാറിന്റെ പോലീസ് കൂടിയാണ്. ഇവിടെ PP ദിവ്യയും ആർഷയോ പോലെയുള്ള ആളുകളെ പിടിക്കാതെ ഒളിച്ചു കിടക്കുന്ന പോലീസ്, ചാലക്കുടിയിലെ നിബിൻ പുള്ളിനെ പോലുള്ള ആളുകളെ ഒളിച്ചു കടക്കാൻ സംരക്ഷണം കൊടുത്ത പോലീസ്, രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പംകാലത്ത് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ പോലീസ്, സമരം ചെയ്യുന്ന ആളുകൾക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ സമരം ചെയ്യുന്ന ആളുകൾക്കെതിരെ കലാപഹനത്തിന് കേസെടുക്കുന്ന പോലീസ് തീവ്ര സംഘപരിവാർ പോലീസാണ്. അതിന് പിണറായി വിജയന്റെ പോലീസ് എന്നല്ല, അതിനപ്പുറം കയറ്റി വിളിക്കണം. കാഫിർ സ്ക്രീൻഷോട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത പോലീസ്. ഈ നടപടികളൊക്കെ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാ. മൈക്ക് ഒന്ന് ഹൗളിംഗ് കിട്ടാൻ കേസെടുത്തതല്ല കേരളത്തിലെ പോലീസ്. ഈ മൈക്കിന് അനുമതി എടുത്തോ? നിങ്ങളുടെ
വഞ്ചിയൂർ സമ്മേളനത്തിന് സ്റ്റേജ് കെട്ടുന്നതിന് അനുമതി എടുത്തോ? എങ്കിലും അനുമതി കൊടുത്ത, മൈക്കിനും സ്റ്റേജിനും അനുമതി കൊടുത്ത, പൊതുവഴിയിൽ തടസ്സമുണ്ടാക്കാൻ ഇത്തരം കാര്യങ്ങൾക്ക് അനുമതി കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ഇതിൽ പ്രതിയേർക്കണം. പറ്റുമോ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിന്? ശരി, ഞാൻ ഇടപെടുകയാണ്, സമയം കഴിയുന്നുണ്ട്. ശരി ജിൻഡോ, ഞാൻ ഇടപെടുകയാണ്, സമയം കഴിയുന്നുണ്ട്. എന്തായാലും നാളെ വഞ്ചൂരിൽ എന്താണ് സംഭവിച്ചത്, ശരി, നാളെ വഞ്ചൂരിൽ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ വിശദാംശങ്ങൾ വഞ്ചിയൂർ SHO ഹൈക്കോടതിയിൽ വിളമ്പാനിരിക്കുകയാണ്. ആ വിളമ്പുന്നതെല്ലാം കോടതിക്ക് ദഹിക്കുമോ, കേരളത്തിന് ദഹിക്കുമോ? നാളെ വരെ കാത്തിരിക്കാം. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.